കർത്താവിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവ് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൽബത്തേൽ AG ചർച്ചിലെ മലയാളം ആരാധനയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. അതിൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്നവരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം ഒരുക്കിയതിനായ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ബ്രേക്കിംഗ് ദ ജനറേഷണൽ പ്രോബ്ലം. പാരമ്പര്യമായിട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും പിന്തുടരുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, തകർക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആ പാരമ്പര്യ റൂട്ടിനെ പിടിത് കളയുക, തകർത്ത് കളയുക, അല്ലെങ്കിൽ ഡെലിവറൻസ് ഫ്രം ദി ജനറേഷണൽ പ്രോബ്ലം. ഒരാഴമേറിയൊരു വിടുതൽ നമ്മുടെ മേൽ വരണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ കൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും അത് ആഴത്തിൽ പഠിക്കുവാനും ഗ്രഹിപ്പാനും ഞാൻ കർത്താവിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂട്യൂബിലുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചു, 14ാമത്തെ സ്ലൈഡാണ്. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചു റൂട്ട് ഓഫ് ദി കേഴ്സസ്. ശാപങ്ങൾക്കൊരു റൂട്ടുണ്ട്, ചിലതിൻ്റെ പിമ്പിൽ റൂട്ടുണ്ട്. ആ റൂട്ട് മാറ്റി കളയാത്തിടത്തോളം കാലം നമ്മുടെ പ്രോബ്ലങ്ങൾക്ക് സൊല്യൂഷനില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് വെട്ടിയാൽ അത് വീണ്ടും കിളിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞായിരുന്നു, വെട്ടിയാൽ വീണ്ടും കിളിക്കും പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു. പക്ഷേ വെട്ടുക അല്ല ബൈബിളിൻ്റെ പ്രമാണം, പിഴുക, വേരോടെ പിഴുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്വപ്നം തരികയോ ഒരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിലോ വരുമ്പോൾ നിങ്ങളതിനെ ഓടിച്ചു വിടല്. ഒരു പാമ്പിനെ കണ്ടു, ഒരു ആനയെ കണ്ടു, സ്വപ്നങ്ങളിൽ പല രീതിക്ക് ദേശശക്തിയാണ് അറ്റാക്ക്, അല്ലെങ്കിൽ എന്തിനേയും കണ്ട് ഓടിച്ചു വിടല്. നിങ്ങളതിനെ തകർത്തേ വിടാവും. ഓടിച്ചു വിട്ടാൽ അത് പിന്നെയും വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വേറെ വഴി കൂടെ, വേറെ ആൾക്കാരിൽ കൂടെ, സാഹചര്യങ്ങളിൽ കൂടെ കയറി വരും. ഞാനീ പഠിപ്പിക്കുന്നത് ആത്മമണ്ഡലം പഠിപ്പിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സൺഡേ വന്ന് ഒരു 2 മണിക്കൂർ നിങ്ങളുടെ സമയം കളഞ്ഞ് കുറേ കഥയും പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കിയിട്ട് പോകാനല്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തുള്ളൂ. ആത്മമണ്ഡലം പഠിപ്പിക്കുക. ആത്മമണ്ഡലം നിങ്ങളുടെ ലൈഫിൽ വരുന്നതിനെ നിങ്ങൾ ഓടിച്ചു കളയല്ലേ. എന്ത് ചെയ്യണം? അതിനെ തകർത്ത് കളണം, വേരോടെ പിഴണം, തല തകർത്ത് കളയണം. നിങ്ങളത് ഇനിഷ്യേറ്റീവ് എടുക്കണം. നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ല. ദൈവം നിങ്ങളെ കാണിക്കുമ്പോൾ അതിനൊരു ടൈം പീരീഡുണ്ട്. ആ ടൈം പീരീഡിനകം നിങ്ങൾ തകർത്ത് കളയണം. പലതും നമ്മൾ മാറ്റിവെക്കരുത് കേട്ടോ. ഒരാൾ പോലും അതിൻ്റെ വേര് പിഴുത് കളഞ്ഞാൽ നാളെ വേറെ പ്രശ്നം വരും. നിങ്ങൾ പല പ്രാവശ്യം അത് തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആകുന്നതറിയാം. അല്ല, നിങ്ങളെ ദൈവം ശക്തരാക്കും. അപ്പം നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ ഒരേ കാര്യം വീണ്ടും കയറി വരുമ്പോഴോ ചോദിക്കണം, കർത്താവ് എന്തുകൊണ്ട് അതേ വഴി കൂടെ വീണ്ടും കയറി വരുന്നത്? അപ്പം ദൈവം പറയും, ആ വാതിലടയ്ക്കണം. നമ്മൾ ആ വിഷയം സഭ പഠിച്ചു അല്ലേ? സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ വിഷയം പഠിച്ചു അല്ലേ? വാതിലടയ്ക്കണം. ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം ജ്ഞാനമാണ്. ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം സൗഖ്യമാണ്. ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം തരുന്നതാണ്. ദൈവം ചിലപ്പോൾ നമ്മളെ വിടുവിക്കുന്നത് അവൻ്റെ ജ്ഞാനം തന്നു കേട്ടോ. എങ്ങനെയാ തരുന്നേ? എല്ലാ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ അവനെ ഒരു ഡോഗ് ഓടിക്കുക. എല്ലാ ദിവസവും നമ്മൾ അവനെ ഡോഗിൻ്റെ കയ്യിൽ നിന്ന് ഓടിക്കാൻ, ഞാനും കൂടെ വരാം, അവൻ പ്രായമായി. ഇങ്ങനല്ല ദൈവം ചെയ്യുന്നത്. ദൈവം ചെയ്യുന്നത് എന്തുമായിരിക്കും എന്നറിയാം? നമ്മളെ ശക്തരാക്കും. നീ അതിനെ ജയിക്കാൻ പറയും. അപ്പോഴാണ് നീ എൻ്റെ മോനാകുന്നത്. നീ അതിനെ ജയിക്കാൻ പറയും. നിങ്ങളുടെ ലൈഫിൽ വരുന്ന പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാനല്ല. പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ശക്തരാക്കണം. നിങ്ങളെ ദൈവം ഉപയോഗിക്കണം കേട്ടോ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിന് നിങ്ങളെ ചിലർ തീ വന്നാൽ പെട്ടെന്ന് പോവും, ചിലർ തീ കൂടെ കയറിപ്പോവും. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ അല്ലേ? കാരണം അത് നിങ്ങൾക്ക് വലിയൊരു പാഠമാണ്. ആത്മമണ്ഡലം പഠിപ്പിക്കുന്നത്. വരുന്നതിനെ ഓടിച്ചു കളയല്, വരുന്നതിനെ റൂട്ടോടെ പിഴണം. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു. ദാവീദിൻ്റെ കാലത്ത് വന്നതിന് ജനറേഷണൽ പ്രോബ്ലങ്ങൾ വരുന്നതിൻ്റെ എല്ലാം പിമ്പിൽ ബ്ലഡ് കിടപ്പുണ്ട്. ഹോമത്തിൻ്റെ ആയിരിക്കാം, യാഗത്തിൻ്റെ ആയിരിക്കാം, പൂജയുടെ ആയിരിക്കാം, കൊലപാതകത്തിൻ്റെ ആയിരിക്കാം, പലതരത്തിലുള്ള രക്തത്തിൻ്റെ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ജനറേഷണൽ പ്രോബ്ലങ്ങൾ പൊതുവെ ട്രാൻസ്ഫർ ആകുന്നത് ബ്ലഡ് വഴിയും സ്പിരിച്വലുമാണ്.
ഒരു കുഞ്ഞ് ജനിച്ചു, എന്നിട്ട് അപ്പം പാപം ചെയ്തത്, അത് സ്പിരിച്വലി ട്രാൻസ്ഫർ ആകും, ആത്മമണ്ഡലത്തിൽ ട്രാൻസ്ഫർ ആകും, ആത്മമണ്ഡലത്തിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഇതിന് അല്പസമയം എടുക്കുക, നിങ്ങളിത് പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഒന്ന്, ഏതൊക്കെ രീതികളിൽ ആരിൽ കൂടെയൊക്കെ നമ്മുടെ മീതെ ശാപം വരാം, ആരിൽ കൂടെയൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുക്കുന്ന ഒത്തിരി അനുഗ്രഹം. ആരിൽ കൂടെയൊക്കെ നമ്മുടെ മീതെ കേസുകൾ വരാം. ഞാൻ പറയുന്ന മനസ്സിലായി. ആരിൽ കൂടെയൊക്കെ നമ്മുടെ മീതെ കേസുകൾ വരാം. ഒന്നാമത്തേത് നമുക്ക് തുടങ്ങാം. ബൈബിൾ പഠിപ്പിക്കുന്നു, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ അകൃത്യം കാരണം ശാപങ്ങൾ വരും, ജനറേഷണൽ പ്രോബ്ലങ്ങൾ വരും. നിങ്ങളെ വാക്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ഞാൻ മക്കളുടെ മേലും മക്കളുടെ മേലും സന്ദർശിക്കും എന്ന് പറഞ്ഞിടത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് പിതാക്കന്മാരുടെ പാപമെന്നല്ല പറഞ്ഞേക്കുന്നത്. പിതാക്കന്മാരുടെ അകൃത്യം, പാപത്തിൻ്റെ 3-ാമത്തെ ഡിഗ്രി അകൃത്യം. പാപം വന്നു, മാനസാന്തരപ്പെടാനൊക്കെയുള്ള അവസരം കൊടുത്തു, ഞാൻ ആ ക്ലാസ് എടുത്തതാ. പക്ഷേ ലംഘനങ്ങൾ വന്നു, അവിടെയും കഴിഞ്ഞു, അതിൻ്റെയും തീവ്രതയിൽ പോയി. എവിടെ പോയി? അകൃത്യം. എൻ്റെ കൂടെ ഒന്ന് പറയാമോ? എവിടെ പോയി? അകൃത്യം. അപ്പം നമ്മുടെ ജീവിതത്തിലെയും ലംഘനങ്ങളും വ്യക്തിപരമായ ജീവിതത്തിലെ ലംഘനങ്ങളും അകൃത്യങ്ങളും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ലംഘനങ്ങൾ. കർത്താവേ, എൻ്റെ ലംഘനങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണേ, എൻ്റെ അകൃത്യങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണേ. യേശു കർത്താവ് ക്ഷമിക്കുന്നവനാണ്, നമ്മോട് അകൃത്യം കണക്കിടാത്തവനാണ്, അകൃത്യത്തിൻ്റെ ശിക്ഷ വഹിച്ചതാണ്. നിങ്ങൾക്കറിയാമോ, യാഗങ്ങൾ 5 യാഗമുണ്ട്. ഏതൊക്കെ യാഗമെന്നറിയാമോ? ഇവിടെ വരുന്ന ദൈവമക്കൾ ഇതെല്ലാം വചനം ആഴത്തിൽ പഠിച്ചിരിക്കണം. 5 യാഗങ്ങൾ. ഒന്നാമത്തെ യാഗം ഹോമയാഗം. ഓർഡറിൽ ഞാൻ പറയാം, ബൈബിളിൻ്റെ ഓർഡറിൽ പറയാം. ഹോമയാഗം. 2-ാമത്തെ ഭോജനയാഗം. 3-ാമത്തെ സമാധാനയാഗം. നടുക്കാണ് സമാധാനയാഗം, അതിനർത്ഥമുണ്ട്. ഇനി അടുത്തത് പാപയാഗം. 5-ാമത്തേത് അകൃത്യയാഗം. അകൃത്യത്തിന് യാഗമുണ്ട്, സൊല്യൂഷനുണ്ട്. അകൃത്യത്തിന് എന്തോ ഉണ്ട്? സൊല്യൂഷനുണ്ട്. യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ ഈ 5 യാഗവും നടന്നു. അതിന് വിളിക്കുന്ന പേരാണ് പരമയാഗം. യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ പാപയാഗം മാത്രമല്ല, സമാധാനയാഗം നടന്നു, ഹോമയാഗം നടന്നു, അകൃത്യയാഗം നടന്നു, ഭോജനയാഗം നടന്നു. സകല യേശുവിൽ സംഭവിച്ചു. ആ ഒരൊറ്റ വീടിന് വിളിക്കുന്ന പേരാണ്, പറഞ്ഞേ നിങ്ങൾ, പരമയാഗം. അപ്പോൾ യേശുവിൻ്റെ കാൽവറി ക്രൂശിൽ മാറാൻ പറ്റാത്തതായി ഒന്നുമില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യേശുവിൻ്റെ കാൽവറി ക്രൂശിന് പാപനിമിത്തമാണ് മരണം വന്നത്, പാപനിമിത്തമാണ് രോഗം വന്നത്, പാപനിമിത്തമാണ് ശാപം വന്നത്. നിങ്ങൾ പറഞ്ഞേ, പാപത്തിന് സൊല്യൂഷനുണ്ടോ? പാപത്തിന് സൊല്യൂഷനുണ്ടോ? ഉണ്ട്. എന്തോ സൊല്യൂഷൻ? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകുന്നു. അപ്പോൾ പാപത്തിന് സൊല്യൂഷനുണ്ടോ? പറഞ്ഞാട്ടെ ദൈവമക്കളെ, ഉണ്ട്. അകൃത്യത്തിന് സൊല്യൂഷനുണ്ടോ? ഉണ്ട്, സൊല്യൂഷനുണ്ട്. വ്യക്തിപരമായ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. പലപ്പോഴും നമ്മൾ ഓർക്കും, അയ്യോ ഞാൻ പണ്ട് ചെയ്തതോ, അതൊക്കെ ദൈവം മറന്നു കാണും. ഇല്ല, നിങ്ങൾ എഴുതി വെച്ചു, ഇല്ല. ദൈവത്തിന് ഡിമെൻഷ്യ ഇല്ല. നിങ്ങൾ ഏറ്റു പറയാത്തിടത്തോളം കാലം പിശാച് അതേ വാലെ ചുറ്റി നടക്കും. കേട്ടോ, ഏറ്റു പറയാത്തിടത്തോളം കാലം പിശാച് അതിൻ്റെ ചുറ്റി നടക്കും. Unconfessed sin, it's an opening for the devil. എന്തുവാ? അൺകൺഫസ്ഡ് സിൻ, ഏറ്റുപറയാത്ത പാപങ്ങൾ. ഞാൻ മറന്നുപോയല്ലോ. എൻ്റെ കർത്താവിന് മറവില്ല, അവൻ്റെ റെക്കോർഡിലെല്ലാം ഉണ്ട്.
നിങ്ങൾ പ്രാർത്ഥിച്ച് അനുദപിക്കേണ്ടതുപോലെ അനുദപിച്ച് ഏറ്റു പറഞ്ഞു കഴിയുമ്പം അവൻ്റെ രക്തം അതിനെ തുടച്ചു കളയും. പിന്നെ നിങ്ങളുടെ അകത്ത് ഗിൽറ്റി കോൺഷ്യസോ എന്തെങ്കിലും പിശാച് കൊണ്ടുവന്ന് അവനോട് പറയട്ടെ, എൻ്റെ കർത്താവിൻ്റെ രക്തം എൻ്റെ പാപത്തെ ക്ഷമിച്ചു, കാരണം ഞാൻ ഏറ്റു പറയേണ്ടതുപോലെ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ നേരെ ഗിൽറ്റി കോൺഷ്യസ് കൊണ്ടുവന്ന് അവനെ ശാസിച്ച് വിടാം. അത് അവൻ്റെ തന്ത്രമാണ് നിന്നെ ആത്മീയത്തിൽ ഉയർത്താതിരിക്കാൻ. അയ്യോ ഈ സൈക്കോളജി ഭയങ്കര വിഷയമാണ്. സൈക്കോളജി ഭയങ്കര വിഷയം. പിശാച് കെട്ടിക്കളയും ഒത്തിരിയാണത്. കാരണം ഒത്തിരിയും ഒരു ഉദാഹരണം പറയാം. ചില കുറേ വിട്ടിലുകൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ തീരുമാനിച്ചു. ഒരു ഗ്ലാസ് ക്യൂബ് നിറച്ച് വിട്ടിലുകളെ കൊണ്ടുവന്ന് അങ്ങോട്ട് ചാക്കിലോട്ട് ഇടാന്ന് ഇതെല്ലാം കൂടെ ചാടി മേളോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ റിസർച്ച് ചെയ്യുന്ന ആളെന്തോടെന്ന് അറിയാമോ, ഒരു ലിഡ് കൊണ്ടുവന്ന് മേളിൽ കൊണ്ടുവന്ന് അടച്ചു. അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം കൂടെ മേളിൽ കാണാം. ഒരൊറ്റ ചാടുമ്പോൾ തന്നെ ഇത് വന്ന് ഒരൊറ്റ ഇടി ആ ഗ്ലാസ്സിൽ വന്ന് ഇടിച്ചു. കുറേ നേരം ഇടിച്ച് മുതുകെല്ലാം, കാലും മുതുകും മസിലും എല്ലാം പെയിനായി. പിന്നെയും ചാടാൻ നോക്കി. അവസാനം അതിന് മനസ്സിലായി മേളിലോട്ട് ഇനി ഒരിക്കലും പൊങ്ങാൻ പറ്റത്തില്ല. ഈ കറക്റ്റ് വന്ന് ചാടാൻ തുടങ്ങി. ആ ഗ്ലാസിൻ്റെ ലിഡുള്ള എവിടെ വെച്ച് അവിടെ മുട്ടാതെ കറക്റ്റ് ചാടാൻ തുടങ്ങി. കാരണം ഭയങ്കര പവർ ചാടുന്നങ്ങ് നിർത്തിയിട്ട് ആ ലിഡ് വന്ന് കുറേ നേരം കഴിഞ്ഞ് നോക്കിയപ്പം ആ ആൾ നോക്കിയപ്പോൾ എല്ലാം ഒരേ ലെവലിൽ ചാടുന്നുണ്ട്. അദ്ദേഹം ആ ലിഡ് അങ്ങ് ലിഡ് മാറ്റിയപ്പോഴും ഒരേ ലെവലിൽ ചാടുക. കാരണം തലയ്ക്കകത്തൊരു കെട്ട് വീണു. ആ കെട്ട് വീണത് അഴിഞ്ഞു പോകാത്തടത്തോളം കാലം നിങ്ങൾക്ക് അതിനപ്പുറം നല്ലതായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ നല്ല നല്ല തമാശ രീതിയിലുള്ള ഉദാഹരണം കേട്ടിട്ടുണ്ട്. ഒരു ദൈവദാസൻ നോർത്ത് ഇന്ത്യയിൽ പോയി. ആ മനുഷ്യന് എന്നും ഈ ക്ലച്ചസ് വെച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. പുള്ളി ഇങ്ങനെ ക്ലച്ചസ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്ന് ഒരു മീറ്റിങ്ങിൽ പുള്ളി സൗഖ്യമായി. ക്ലച്ചസ് പുള്ളി എടുത്ത് അവിടെ കളഞ്ഞിട്ട് പോയി. അന്ന് സ്റ്റേജിൽ കൂടെ നടക്കുമ്പോൾ നന്നായിട്ട് നടന്നു. എല്ലാം ഹീലിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല ദൈവ സൗഖ്യം നല്ലതായിട്ട് നടത്തി. ഒരാഴ്ച കഴിഞ്ഞ് പള്ളി വരുമ്പോഴും പുള്ളി ഇങ്ങനെ വരുന്നു. ക്ലച്ചസ് ഇല്ല, പക്ഷെ ഇപ്പം ഇങ്ങനെ വരുന്നത്. അതിനോട് ചോദിച്ചാൽ നീ എന്തിനാ? ഞാൻ ഈ വർഷങ്ങൾ നടന്നുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ നടന്നതിലൊരു സുഖം കിട്ടത്തുള്ളൂ. അവർക്ക് ക്ലച്ചസ് പോയി. അവരുടെ എവിടെ കെട്ട് വീണേ? മനസ്സിലാകുന്നുണ്ടോ? ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? നമ്മുടെ ചില ലൈഫിലെ ചില കെട്ട് ഒരു ഉദാഹരണം കൂടെ പറയാം, നിങ്ങൾക്ക് ചിരിക്കാനും ചിന്തിക്കാനും കൂടെ വേണ്ടി. ഇടുക്കി ഹൈ റേഞ്ച് ഏരിയയിൽ ബസ്സിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പുള്ളി, ചെറുപ്പക്കാരൻ. അവൻ ബസ്സിങ്ങനെ കയറി വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ അങ്ങോട്ട് ചാരി അങ്ങോട്ട് നിന്ന് ടിക്കറ്റ് എഴുതി കൊടുക്കും. ടിക്കറ്റ് എഴുതി കൊടുക്കുക. അന്ന് ടിക്കറ്റ് എഴുതി കൊടുക്കുക. ഇങ്ങനെ ടിക്കറ്റ് എഴുതി കൊടുക്കും. എത്ര ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ബസ് ചാടിക്കും. അവൻ ആ കമ്പിയിലോട്ട് ഇങ്ങോട്ട് ചാരി അങ്ങോട്ട് നിന്നിട്ട് ഒന്ന് പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ പുള്ളിക്ക് അങ്ങനെ ആടി എഴുതി കൊടുക്കും. ഇവൻ്റെ കല്യാണം ഒരു ദിവസം വന്നു. ഇവൻ അന്ന് ബസ്സിൽ പോകാൻ പറ്റിയില്ല. നാളുകൾ ഇവൻ ബസ്സിൽ പോയിക്കോണം. ഇവൻ്റെ കല്യാണം വന്നു, ബസ്സിൽ വന്നു. കല്യാണത്തിലെല്ലാം നല്ല സുന്ദര കൂട്ടനായിട്ട് വെള്ള ഷർട്ടും എന്നെ പോലെ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയി ഇരുന്ന് പ്രസംഗം എല്ലാം നല്ലായിരുന്നു. കേട്ട് കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാൻ വിളിച്ച് പേന ഇവൻ്റെ കൊടുത്തു. ഇവന് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇവനോട് പറഞ്ഞ് പാസ്റ്റർ പറഞ്ഞ് സൈൻ ചെയ്യാൻ ഇവന് പറ്റുന്നില്ല. ഇവൻ്റെ ആ പെണ്ണ് സൈൻ ചെയ്താൽ നോക്കിയിട്ട് ഇവൻ എല്ലാവരും സൈൻ ചെയ്യാൻ വന്ന് ക്യൂ നിൽക്കുക. സൈൻ ചെയ്യാൻ പറഞ്ഞു. കുറേ നേരം ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി. ഇവൻ അടുത്തിരുന്ന പാസ്റ്ററോട് പറയാം, എന്നെ ഒന്ന് പിടിച്ച് കുലുക്കെങ്കിലും എനിക്ക് സൈൻ വരത്തുള്ളൂ. എന്നെ ഒന്ന് പിടിച്ച് കുലുക്കെങ്കിലേ എനിക്ക്. കാരണം ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാമായിപ്പോയി. ചിലത് കുലുക്കിയെങ്കിലേ ചിലക്ക് സൈൻ വരത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആഴത്തിൽ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് പിന്നെ നിങ്ങളെ കുറ്റിക്കെട്ടൽ. ഞാനങ്ങനെ അനുഭവിച്ചതാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ചർച്ച വരുന്ന സമയത്ത് എനിക്ക് അപ്പനും പപ്പായും മമ്മിയും വരുന്നതിന് മുമ്പേ ഞാൻ അവിടെയുള്ളൊരു എലീം ഹോളിൽ പോയിരുന്ന് കരയും. ദൈവമേ, എന്നെ ഒന്ന് വിടുവിക്കണേ. എൻ്റെ മനസ്സാക്ഷിക്ക് അതൊത്തിരി വേദന. കാരണം ഞാൻ ഒത്തിരി കുറേ പേരോട് വഴക്കുണ്ടാക്കി. അതൊക്കെ എൻ്റെ പേന. വഴക്കുണ്ടാക്കി, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോയി, ബുദ്ധിമുട്ടാക്കി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനത്തെ ഒരു സംഘർഷത്തിൽ പോകുന്നിടത്തൊക്കെ വഴക്കും ബഹളവും, കളിക്കാൻ പോയാലും വഴക്കാം എല്ലായിടും. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് പപ്പായ്ക്ക് സഹിക്കാൻ വയ്യാഞ്ഞാൽ പപ്പായ എന്നെ നാട് കടത്തിയത്. കാരണം രാഷ്ട്രീയവും എല്ലാം കൂടെ ആയിട്ട് പപ്പായ്ക്ക് മനസ്സിലായി ഇവനോട് നിന്നാൽ തകർന്നു. പപ്പായ മമ്മിയും കൂടെ പറഞ്ഞു, ഇവൻ ബാംഗ്ലൂരിലെങ്ങാനും പോട്ടെ, അല്ലെ ഇവിടെ കാണും എല്ലാം കൂടെ ഇംഗ്ലാ വിളിച്ചുകൊണ്ട് ഇവൻ തകർന്നു പോകും.
അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേന് എന്നെ ദൈവം തൊട്ടപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ ഇതെല്ലാം കൂടെ വരിക. ഞാൻ ഓരോന്നോരോന്ന് യേശു കർത്താവിനോട് ഏറ്റുപറയാൻ തുടങ്ങി. ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ദിവസങ്ങളൊക്കെ ഞാൻ കരഞ്ഞ് ഏറ്റുപറയും. എൻ്റെ ആ ചെറുപ്പത്തിൽ. കാരണം എനിക്കിത് എൻ്റെ ഒരു ഉള്ളിൽ ആഗ്രഹമുണ്ട്, എനിക്ക് ഇനി ഉള്ളൊരു ഈ ജീവിതം ഇനി യേശു കർത്താവിന് വേണ്ടി ജീവിക്കണം. അറിയത്തില്ല, അങ്ങനെ കർത്താവ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന പോലും എനിക്കൊരു ചിന്തയില്ല. കാരണം എൻ്റെ മനസ്സിലാഞ്ഞ് ഞാൻ പാപിയാന്നുള്ള വലിയൊരു ചിന്തയാണ്. കർത്താവ് എന്നെ ഒന്ന് വിടുവിക്കണേ എന്നുള്ള ഞാൻ ഇതെല്ലാം ഏറ്റുപറഞ്ഞെല്ലാം ഏറ്റുപറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചർച്ച് വന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ 4-5 മാസം ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ പിന്നെയും വരും, ആഹാ നീ നാട്ടിലുള്ളവരെല്ലാം ഉപദ്രവിച്ചിട്ടും വഴക്കുണ്ടാക്കിയിട്ടും അല്ലേ നീ പ്രാർത്ഥിക്കാൻ വന്നിരുന്നേ, എന്നാൽ പിന്നെ വേണ്ട, എഴുന്നേറ്റു പോകും. ശരിയാണല്ലോ, ഞാനിതെല്ലാം ഏറ്റുപറഞ്ഞിട്ടും എൻ്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചിട്ടില്ല. കാരണം എന്താ? ഓർമ്മ വരുന്നു. ഞാനപ്പോൾ എഴുന്നേറ്റ് പോയി നല്ലൊരു പബ്സ് കഴിച്ചിട്ട് പിന്നെ അവിടെ കാണാൻ പോയിരിക്കും. അന്ന് മൊബൈലും ഇല്ല, നോക്കി സമയം കളയാം, അല്ലെ ക്രിക്കറ്റ് കളിക്കാം, അല്ലെ എവിടെയെങ്കിലും ചുമ്മാ വണ്ടി എടുത്തുള്ളൂ. അടുത്ത ദിവസം ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പം ചിന്ത, ആഹാ കർത്താവ് നിന്നോട് ക്ഷമിച്ചിട്ടില്ലെന്നുള്ളതിൻ്റെ അടയാളമാണ് നിൻ്റെ ഓർമ്മ. അതുകൊണ്ട് നിൻ്റെ മനസ്സിൽ കിടക്കും. ഇങ്ങനെ 6-8 മാസം ഞാൻ പ്രാർത്ഥന ഉഴപ്പി നടന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ മനസാക്ഷിയിൽ എന്നോട് പിശാച് എന്നോട് അവിടെ കിടന്ന് പറയുന്നു. ഞാൻ ഒരു ദിവസം പിന്നെയും പലവഴക്കും ഇടയ്ക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എൻ്റെ തെറ്റ് അങ്ങ് എന്താ ക്ഷമിക്കാത്തെ? പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്? അന്ന് ഒരു ദിവസം കർത്താവിനോട് സംസാരിക്കുക, ആര് പറഞ്ഞു നിൻ്റെ തെറ്റ് ഞാൻ ക്ഷമിച്ചിട്ടില്ലെന്ന്? നീ എന്നോട് അനുദപിച്ചപ്പോൾ തന്നെ എൻ്റെ രക്തം നിന്നെ കഴുകി ശുദ്ധീകരിച്ചു. ഞാൻ കർത്താവ് 8 മാസമായിട്ട് എനിക്ക് ഓർമ്മ വന്നു. പിന്നെ അങ്ങനെ അത് നിൻ്റെ മനസാക്ഷിയിലുള്ള ഓർമ്മയെ പിശാച് കടത്തിക്കൊണ്ട് വന്നാൽ നിനക്ക് തിരിച്ചറിയേണ്ടത്, ഞാൻ നിന്നോട് ക്ഷമിച്ചാൽ അത് ക്ഷമിച്ചതാ. ഓർമ്മ നിൻ്റെ മനസ്സിൽ കാണും, ഞാൻ നിന്നോട് ക്ഷമിച്ചത്. അപ്പം എന്നെ ഇത്രയും നാളും പിശാച് കളിപ്പിക്കുമായിരുന്നു. എനിക്ക് അവനോടുള്ള വാശി ഇത്രയും നാളും എന്നെ കളിപ്പിച്ച് എൻ്റെ പ്രാർത്ഥനയും കളഞ്ഞു. കർത്താവിന് ചോദിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ എന്നെ ശാസിക്കാൻ പറഞ്ഞു. അടുത്ത പ്രാവശ്യം പ്രാർത്ഥിക്കാനിരുന്നു. കർത്താവ് ഞാനും കൂടി ഇതെല്ലാം സംസാരിച്ച് എഗ്രിമെൻ്റ് ചെയ്തു. പ്രാർത്ഥിക്കാൻ എനിക്ക് എന്ത് ചെയ്യേണ്ട? എൻ്റെ പോ പിശാചേ, എടാ ക്ഷമിക്കേണ്ടിയവൻ എന്നോട് ക്ഷമിച്ചു, പിന്നെ നീ ആരാ ചോദിക്കുക? പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് സ്വാതന്ത്ര്യമാണ്. എൻ്റെ കർത്താവ് എന്നെ സ്വതന്ത്രമാക്കി, പിന്നെ ആരാ ചോദിക്കാൻ നീ? ഞാൻ പിന്നെ തീരുമാനിച്ചു, ആ പാപത്തിൻ്റെ ചിന്തയിൽ ഞാൻ നടക്കത്തില്ല, ഞാൻ നീതിയുടെ ചിന്തയിൽ നടക്കും. നിങ്ങൾ ഓരോ ദൈവമക്കളും കർത്താവിനോട് ഏറ്റുപറയണം. വ്യക്തിപരം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അത് വിടുതലാണ്. നിങ്ങൾക്കറിയാം ഭാരം മാറുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഭാരം മാറുന്നത്. പക്ഷെ പിന്നെ ഓർമ്മ വരും. ഓർമ്മയെ പിശാചെടുത്ത് വല്ലാതെ യൂട്ടിലൈസ് ചെയ്യരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ ലൈഫിനെ, നിങ്ങളുടെ നാളുകളുടെ ഭാവിയുടെ ഗുണത്തെയും തകർത്ത് കളയല്. ഇന്നലകളിലെ കാര്യം പറഞ്ഞു, ഇന്ന് പിശാച് എന്നോട് ഇന്നലകളിലെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ പറയാം പോടാന്ന് പറയും. ഒരു ദൈവദാസൻ്റെ മറുപടി ഞാൻ പറയാം. ഒരു ദൈവദാസൻ്റെ മറുപടി, അത് ആ ദൈവദാസ ഒരു ഉദാഹരണം, ബൈബിളിലെ ഉദാഹരണത്തിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കൂടെ പറഞ്ഞ എനിക്കും ആശയ്ക്ക് അറിയത്തുള്ളൂ. അദ്ദേഹത്തിന് ബൈബിളിൽ നിന്നുള്ള ഉദാഹരണം പറയാം. ഈ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്ന സമയത്ത് പത്രോസിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി കൂവി. പത്രോസിനത് പെട്ടെന്ന് ഓർമ്മ വന്നു. എന്തുവാ? ഈ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ കോഴി കൂവുന്നതിന് മുമ്പേ 3 വട്ടം ഞാൻ തള്ളിപ്പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. പത്രോസ് ഇതെല്ലാം കഴിഞ്ഞ് കരഞ്ഞ് കർത്താവ് വീണ്ടും ചേർത്ത് പിടിച്ച് അഭിഷേകമൊക്കെ കൊടുത്തു. അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പിന്നെയും കൊണ്ടു കൊടുക്കാം. പിന്നെ അങ്ങോട്ട് പോയി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എല്ലാം കഴിഞ്ഞു, കരഞ്ഞു, വിളിച്ചു. കർത്താവ് കനലിൽ ചുട്ട അടയെല്ലാം കൊടുത്തു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കോഴി കൂവി. പത്രോസ് ഡൗണായി. ആ കോഴി പത്രോസിനെ, ചിലപ്പോൾ ഈ പിശാച് ഒരു കോഴിയെ കൊണ്ട് പുറകെ നിന്ന് നടക്കും. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഇത് കഥ പോലെയൊക്കെ പറയുക കേട്ടോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകർന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം ഈ 40 ദിവസവും കോഴിയെ കൊണ്ട് പിശാച് നടന്നു കാണും. ഇനി ബൈബിൾ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഇനി എന്നോട് ചോദിക്കല്ലേ. കോഴി കൂന്നേക്കും പുള്ളി പ്രസംഗിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റിരിക്കുമ്പോൾ അവിടെ ഒരു കോഴി കൂവും. പ്രസംഗം മൊത്തം പോയി ഡൗണായി പുള്ളി പോയിരിക്കും. അങ്ങോട്ട് മാറി എന്നാലും ബലമല്ല സംഭരിച്ച് അങ്ങോട്ടില്ല, ഒരു കോഴി കൂവും. എന്താ പറ്റും? പുള്ളിയുടെ പ്രസംഗം പോയി, എല്ലാം പോയി, പുള്ളി പോയി. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം പുള്ളി അങ്ങോട്ട് ചാർജായി അങ്ങോട്ട് പോകുമ്പം ഒരു കോഴി കൂവുക. അന്നാ പുള്ളിക്ക് പത്രോസിന് വെളിപ്പാട് കിട്ടുന്നത്.
അപ്പോൾ പത്രോസ് ആ കോഴി കൂവുമ്പോൾ ഇതൊരു കഥയാണ് പറഞ്ഞു കാണും. കോഴി, ഇനിയും നീ എൻ്റെ നേരെ കൂവിയ നിന്നെ ഞാൻ കബാവാക്കും, നിനക്ക് കൂവാൻ പറ്റത്തില്ല, നീ ഇനിയും കൂവിയ. ചിലപ്പോൾ നിങ്ങളെ ഇതുപോലെ എന്തു പറ്റുമെന്നറിയോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും കുറവുകൾ ഓർപ്പിച്ചുകൊണ്ട് പിശാച് തന്ത്രശാലിയാണ്. പക്ഷെ നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ടാൽ, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ, നിങ്ങൾ ഉറന്ന് പറഞ്ഞേ, നിങ്ങളുടെ വായുകളെ തുറന്നൊന്ന് പറഞ്ഞേ ദൈവമക്കളെ, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് സ്വാതന്ത്ര്യം, സുപ്രീം അതോറിറ്റി നിങ്ങളെ സ്വതന്ത്രമാക്കിയ ആണോ? ഇൻഡിവിജ്വൽ ഏറ്റു പറയണം. 2, പൂർവ്വ മാതാപിതാക്കൾ. എത്ര തലമുറയാ? 10 തലമുറ. 4 തലമുറ വരെയുള്ള കേഴ്സസ് ഉണ്ട്. അത് വിഗ്രഹാരാധനയ്ക്ക് പോയാൽ 4 തലമുറ വരെ ദൈവം ചോദിക്കും. വിഗ്രഹാരാധന പറഞ്ഞാൽ നമ്മൾ പോയി കാണത്തില്ല, നിങ്ങളെല്ലാം ദൈവമക്കളാണ്, നിങ്ങൾ പോയി കാണത്തില്ല. പക്ഷേ ഞാൻ പറയുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, എനിക്ക് എൻ്റെ വല്യപ്പച്ചനെ അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വല്യപ്പച്ചനെ. അപ്പം അതിൻ്റെയൊക്കെ 2-3 പുറകിലുള്ള പിതാക്കന്മാരെന്തോ ചെയ്തു എന്ന് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ പണത്തിന് വേണ്ടിയോ, അന്നത്തെ കാലത്തെ പ്രൊട്ടക്ഷന് വേണ്ടിയോ, കൃഷിക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയോ, ഐശ്വര്യത്തിന് വേണ്ടിയോ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഭയം കൊണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അതിനോട് ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ് 4ാമത്തെ തലമുറ വരെ കണക്കെടും. അപ്പം വിഗ്രഹാരാധനയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ദൈവം കണക്കെടുന്ന 4 തലമുറയാണ്. പക്ഷേ ലൈംഗിക പാപത്തിന് ദൈവം കണക്കിടുന്നത് 10 തലമുറ വരെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കൗലിടയൻ, ഞാൻ ആ വാക്യങ്ങളെല്ലാം ഇമ്മോറൽ സിൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ എടുത്തു തരാം. കൗലിടയൻ, മോവാബ്യൻ, അമോന്യൻ, ഒരുത്തൻ പോലും യഹോവയുടെ ആലയത്തിൽ 10ാം തലമുറ പോലും കയറരുത്. 10ാം തലമുറ പോലും. എന്തുവാ അവർ ചെയ്ത പാപം? ലൈംഗിക പാപം. വളരെ കെയർഫുൾ ആയിരിക്കണം, വെരി കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും അറ്റാക്കുകൾ, ഞാൻ ക്യാരക്ടർ പഠിപ്പിക്കുമ്പോൾ ഞാൻ എടുത്തു തരാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മീതെ, ഇങ്ങനെയുള്ള വ്യക്തികളുടെ മീതെ അറ്റാക്ക് കൂടുതലായിരിക്കും, സ്പിരിച്വൽ അറ്റാക്ക് കൂടുതലായിരിക്കും. റൂട്ട് കിടക്കുന്നതുകൊണ്ട് ഇവർക്കറിയത്തില്ല. അത് ഏറ്റു പറയണം. ഉദാഹരണം പറഞ്ഞിട്ട് പോവാം. കാരണം ദൈവം എനിക്ക് തന്ന ദൈവസഭയെ പഠിപ്പിക്കുകയല്ലേ. കാരണം ഓൺലൈനിൽ കൂടെ കേൾക്കുന്നവർക്കും ഒക്കെ ജനറലി ഞാൻ പറയുക, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ, കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ഇതൊരു ഞാൻ നടന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതുപോലെ കാര്യങ്ങളെ മാറ്റിയും തിരിച്ചും ഒക്കെ ഞാൻ പറയാം. എവിടെ എന്തൊന്നും അറിയത്തില്ല, മാറ്റിയും തിരിച്ചും പറയാം. ഒരു വീട്ടിൽ ഒരു കുടുംബം, അപ്പനോ അമ്മയോ ഒരാളില്ലാത്ത സമയത്ത് അവരുടെ വീട് അനാശാസ്യത്തിന് തുറന്നു കൊടുത്തു. മറ്റൊരാൾക്ക് അനാശാസ്യത്തിന് തുറന്നു കൊടുത്തു. ആരും കണ്ടില്ല, രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ട് ആ വീട്ടിലെ നാളുകൾ കഴിഞ്ഞപ്പം ഈ വീട്ടിലെ മക്കൾ പോയി ഇതുപോലെയുള്ള അനാശാസ്യത്തിൽ പോയി പെടാൻ തുടങ്ങി. മക്കൾ ദൈവഭാഗത്ത് വന്നിട്ട് പോലും ഈ അറ്റാക്ക് മാറുന്നില്ല. അവർക്കറിയാം, സ്നാനപ്പെട്ടു, പക്ഷേ ഈ സാധനം ഏറ്റുപറഞ്ഞിട്ടില്ല. പക്ഷേ മക്കളുകൾ അനാശാസ്യത്തിൽ പോയി പെടാൻ തുടങ്ങി. അവസാനം ഇതിനകത്ത് ഒരു മകൻ ദൈവം മുമ്പിൽ നെടുമ്പാട് വീണു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. എനിക്കറിയാം, കരയാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്കൊരു വിടുതൽ നൽകണമേ. കരയാൻ തുടങ്ങിയമ്പം അലറിക്കരയും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവനൊരു സ്വപ്നം കാണിക്കുക. പഴയ വീട്, അപ്പനും അമ്മയും കിടക്കുന്ന മുറി കാണിച്ചിട്ട് പറയാം, ആ മുറിയുടെ ഷീറ്റിൻ്റെ മേളിൽ ഒരു ഭയങ്കര പാമ്പ് കിടക്കും. അവരുടെ വീട് ഓടിട്ടതോ ഷീറ്റിട്ടോ വീടോ ആയിരുന്നു. എനിക്ക് പണ്ടത്തെ വീട് എങ്ങനത്തെയാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. ഒരു ഷീറ്റിട്ട വീടാന്ന് തോന്നുന്നു, ഓടിട്ട വീട്. അതിൻ്റെ മീതെ ഒരു ഭയങ്കര പെരുമ്പാമ്പ് ആ പർട്ടിക്കുലർ മുറിയുടെ മീതെ കിടക്കും. എന്നോട് ഒന്ന് പറഞ്ഞു, പാസ്റ്ററേ, ഇതുപോലൊരു പെരുമ്പാമ്പ്, ഭയങ്കര പെരുമ്പാമ്പ് ഞങ്ങളുടെ ഒരു മുറിയുടെ മീതെ കിടക്കും. പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, ഇരുട്ടിൻ്റെ മറവിൽ അനാശാസ്യത്തിന്
വീട്ടിൽ ഉള്ളവർ അപ്പനോ അമ്മയോ ഒരാൾ തുറന്നു കൊടുത്ത നിമിത്തം ആ മക്കളുടെ മേൽ ഈ അറ്റാക്ക് ക്ലെയിമായി കിടക്കുക. ഈ മക്കളുടെ മീതെ ഈ അറ്റാക്ക് ക്ലെയിമായി കിടക്കുക. ഈ മക്കൾ തിരിച്ചറിഞ്ഞു, പോയി കൺഫേം ചെയ്തു. അവർ പോയി ആ തുറന്നു കൊടുത്ത ആളിനോട് കൺഫേം ചെയ്തു. അവർ പറഞ്ഞു അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു, വീട് തുറന്നു കൊടുക്കേണ്ടി വന്നു, അനാശാസ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കേണ്ടി വന്നു. പക്ഷെ തലമുറകളുടെ ലൈഫ് ഒത്തിരി അനാശാസ്യത്തിൽ പോയി പെട്ടു. അവർ പക്ഷെ വിടുതലായി. പക്ഷെ നാളുകൾ വില കൊടുക്കേണ്ടി വന്നു. നാളുകൾ പലതും നമുക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഇനി ഉദാഹരണങ്ങൾ പറയുന്നില്ല. ഞാൻ ചില വീട്ടിൽ ചെന്ന് കയറുമ്പോൾ കർത്താവിനെ കാണിച്ചിട്ടുണ്ട്. പാമ്പിൻ്റെ വിഷം ഇവിടെ ചീറ്റിക്കൊണ്ട് നടക്കും. എനിക്കറിയാം ഈ വീട് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നുണ്ട്. പോട്ടെ, അവിടെ അത് അങ്ങനെ അങ്ങ് വിട്ടുകളയാം. ഡോണ്ട് ഓപ്പൺ യുവർ മൈൻഡ് ഓർ യുവർ തോട്ട്സ് ഓർ യുവർ ഡോർസ്. വീടിൻ്റെ ഡോർസ് ഡു നോട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കല്. കൊടുത്താൽ പിശാചിന് ചെറിയൊരു ആണി കൊടുത്താൽ മതി, ഏറ്റുപറയണം. അറ്റാക്ക് വരുന്നത് 10ാം തലമുറ വരെ വരുന്നത് ലൈംഗിക പാപം. അതിനെ തകർത്ത് കളയണം, കൺഫസ് ചെയ്യണം. കർത്താവേ, എന്നെ പിൻപറ്റുന്ന എല്ലാ രഹസ്യ പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് വേരോടെ പിടിത് കളയണം. ഞാൻ നിങ്ങൾക്ക് ക്യാരക്ടർ പഠിപ്പിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു കുടുംബത്തെ ഈ വിഷയം, ഒരു കുടുംബത്തെ അല്ല, ബൈബിളിൽ എഴുതി വെച്ചേക്കുക, നശിപ്പിച്ച് തകർത്ത് കളഞ്ഞു. ഭയങ്കര ഫേമസ്, കാണിച്ചു തരാം. ഇപ്പോൾ പൂർവ്വപിതാക്കം. അടുത്തത് പാർട്ട്ണർഷിപ്പ്. ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. പാർട്ട്ണർഷിപ്പ് എന്തുവാണ്? ഒന്ന്, വ്യക്തിപരമായിട്ടുള്ള പാപങ്ങൾ വഴി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ വരാം. 2, നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ വഴി വരാം. ആരിൽ കൂടെ ഒക്കെ വരുമെന്ന്. 3ാമത്തേത് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്തുവാ? പാർട്ട്ണർഷിപ്പിനകത്ത് 1ാമത്തേതുള്ളത് സ്പൗസ, വിവാഹം. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. വിവാഹം, 2 കുടുംബങ്ങൾ, 2 വ്യക്തികൾ, 2 സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിലുള്ള 2 വ്യക്തികൾ, ഹസ്ബൻഡും വൈഫും. ഇവർ 2 പേരും 2 കുടുംബങ്ങളാണ്. വിവാഹത്തിൽ കൂടെ ഇവർ ലീഗലി സ്പിരിച്വലി ഒരുമിക്കുമ്പോൾ ഒരു ബ്രിഡ്ജ് ഫോം ആകുന്ന ഒരു സ്പിരിച്വലി തന്നെ ലീഗൽ ഒരു ബ്രിഡ്ജ് ഫോമാണ്. ബ്രിഡ്ജിനകത്തൂടെ അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ, അതോ ഇങ്ങോട്ടും വരുമോ? 2 സ്ഥലത്തോടും പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അതിനെ ബ്രിഡ്ജ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രിഡ്ജ് ഫോമായി, ലീഗലി സ്പിരിച്വലി അല്ല. ഹസ്ബൻഡിൻ്റെ ലൈഫിൽ എന്തൊക്കെ അനുഗ്രഹമുണ്ടോ, ബ്ലെസ്സിങ്സ് ഉണ്ടോ, എന്തൊക്കെയുണ്ടോ അത് തുടർന്ന് ആര് ഷെയർ ചെയ്യണം? വൈഫിൻ്റെ ലൈഫിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളും ശാപങ്ങളും ഉണ്ടോ അതാര് ഷെയർ ചെയ്യണം? ഹസ്ബൻഡ് ഷെയർ ചെയ്യണം. അങ്ങനെ, കാരണം ദൈവം അങ്ങനെ അതിൻ്റെ സിസ്റ്റം. ഇനി ഈ മകൾ, ഇവിടുത്തെ മകൾ, അവൾ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് കയറി വരിക. ഈ വീട്ടിലെ അമ്മയെ രോഗത്തിലോ സ്വഭാവത്തിലോ വഴക്കിലോ കുടുംബചിത്രതയിലോ ഇവിടെ വ്യാപരിച്ചിരുന്ന പിശാചുക്കൾ എങ്ങനെയൊക്കെ ആ അമ്മയെ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പറയും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന പറയാം, ഈ അമ്മയെ എന്തൊക്കെ രീതികളിൽ, ഇപ്പം അമ്മയെ തന്നെയല്ല വല്യമ്മയെ എങ്ങനെയൊക്കെ ആക്കി തീർത്തോ, അതെല്ലാം വെയിറ്റ് ചെയ്യുക. ആരെ അറ്റാക്ക് ചെയ്യാൻ? ഈ മകളെ അറ്റാക്ക് ചെയ്യാൻ. ഈ അമ്മയുടെ ലൈഫിൽ വെളിപ്പെട്ടതുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞു, ആ ദിവസങ്ങളിൽ ഭയങ്കര വഴക്ക്, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു രോഗങ്ങൾ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു വഴക്ക്, വിവാഹം കഴിഞ്ഞു വിട്ടുമാറാൻ പറ്റാത്ത പ്രശ്നം, ഫിനാൻഷ്യൽ ക്രൈസിസ്, മരണം. ഒക്കെ ഓരോ കുടുംബത്തിൽ ഓരോന്നും ഞങ്ങൾ കാണുന്ന മരണം പല തരത്തിലാണ്. ഇതെല്ലാം ഈ മകളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഈ മകള് വന്ന് കയറിയ വീട്ടിലെ ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ, സ്പിരിച്വൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ ഈ കൊച്ചിനെ അങ്ങനെ ആക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ?
ഇവളെ അങ്ങനെ ആക്കാൻ ശ്രമിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലെ മോന്, ഈ വീട്ടിലെ അപ്പന് ഈ ഭാര്യ എങ്ങനായിരുന്നോ, അമ്മ ഈ അപ്പന് തൻ്റെ ഭാര്യ എങ്ങനായിരുന്നോ അതുപോലെ ഈ മോന് ഈ മോളെ ആക്കി തീർക്കാൻ ആ ദേശശക്തിയും ആ വീട്ടിലെ ശക്തിയും ഒരുമിച്ച് ഈ മകളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവൾ അറിയത്തില്ല, ഇവിടെ ചിന്ത മാറ്റിക്കണം. ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പം എന്തോ പറ്റി? ആത്മമണ്ഡലത്തിൽ കണ്ണ് തുറക്കാത്തവരാണെങ്കിൽ അവർ ഫ്ലഷിൽ ഫൈറ്റ് ചെയ്യും. എവിടെ ഫൈറ്റ് ചെയ്യും? ഫ്ലഷിൽ ഫൈറ്റ് ചെയ്യും. നിങ്ങളെന്നും ഓർത്തോ, നിങ്ങൾ ഫ്ലഷിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടു. നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് സ്പിരിച്വലിയാണ്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജഡത്തിൽ പോരാടാനുള്ള ആയുധം ദൈവം തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങൾക്ക് പോരാടാനുള്ള ആയുധങ്ങൾ എന്തോ തന്നേക്കുന്നു? എവിടെ പോരാടാനുള്ള ആയുധം വന്നേക്കുന്നത്? ജഡത്തിൽ പോരാടാനുള്ള ആയുധമാണോ? സ്പിരിച്വൽ. നിങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പക്ഷെ കോട്ടകളെ ഇടിക്കാൻ. കോട്ടകളെന്ന് പറയുമ്പോൾ അത് സൈക്കോളജിക്കൽ കോട്ടയാണ് ഒന്നാമത്തെ. പക്ഷെ ആത്മമണ്ഡലത്തിലെ പല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയത്രേ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ഫ്ലഷിൽ എവിടെയെങ്കിലും ഫൈറ്റ് ചെയ്യാൻ നോക്കിയോ, അവിടെ പരാജയപ്പെട്ടു. പക്ഷെ നിങ്ങൾ എവിടെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്? സ്പിരിച്വലി. 2, നിങ്ങൾ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടോ ഈഗിൾ സ്നേക്കിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഈഗിൾ ഒരിക്കലും സ്നേക്കിനെ ഗ്രൗണ്ടിൽ അറ്റാക്ക് ചെയ്തില്ല. ഒരൊറ്റ റാഞ്ചി അന്തരീക്ഷത്തിൽ അതിൻ്റെ ടെറിട്ടറി കൊണ്ടു. കാരണം സ്നേക്ക് ഗ്രൗണ്ടിൽ സ്ട്രോങ്ങാണ്, അറ്റ്മോസ്ഫിയറിൽ അത് വീക്കാണ്. കാരണം അതിൻ്റെ ബോഡി എങ്ങും ടച്ച് ചെയ്തതിന് പോയി കഴിഞ്ഞു. മനസ്സിലായോ? സ്നേക്ക് ഗ്രൗണ്ടിൽ എർത്തിൽ അത് സ്ട്രോങ്ങാണ്. അത് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയൊക്കെ ചെയ്യാം. അത് വളയും ചുറ്റുകയും ഒക്കെ ചെയ്യാം, തിരിഞ്ഞു വരികയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഏറിക്കൊണ്ടുപോയാലോ ഒരു ബലമില്ല. കാരണം അതിൻ്റെ കാലയില ആ നെയിലിനകത്ത്. ഈഗിൾ സ്ട്രോങ് എവിടാ? ഡോണ്ട് ഫൈറ്റ് യുവർ എനിമി ഇൻ ദെയർ ടെറിട്ടറി. ഇത് എഴുതി വെച്ചു. ഡോണ്ട് ഫൈറ്റ് യുവർ ബാറ്റിൽ ഇൻ ദെയർ ടെറിട്ടറി. നീ നിൻ്റെ ടെറിട്ടറി കൊണ്ടുപോകും. പ്രാർത്ഥനയിൽ അതിനെ കൊണ്ടുപോകും കേട്ടോ. പ്രാർത്ഥനയിൽ അതിനെ കൊണ്ടുപോകും. ലോകത്തിൻ്റെ സിസ്റ്റത്തിലിട്ട് നീ ഫൈറ്റ് ചെയ്യാൻ നോക്കൽ. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ ഇത് ഇൻസൈറ്റ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. ദൈവസഭയിലേക്ക് ആയിരങ്ങൾ കടന്നു വരട്ടെ. ഓരോ കുടുംബങ്ങൾ കടന്നു വരട്ടെ. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ കേട്ടോ. അവർ കർത്താവിൽ വന്ന വചനത്തിലും വിശുദ്ധിയിലും ആത്മാവിലും വളരട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൃപയിൽ വളരട്ടെ. നമ്മൾ പലപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് എവിടെയാ? നമ്മൾ ജഡത്തിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ജഡത്തിൽ ഫൈറ്റ് ചെയ്യല്ലേ. എവിടെ ഫൈറ്റ് ചെയ്യണം? ആത്മാവിൽ. നമുക്ക് തന്നേക്കുന്ന വെപ്പൺ തന്നേക്കുന്നത് ഫ്ലഷിൽ പോരാടാനുള്ള വെപ്പണാണോ അതോ ആത്മാവിൽ? പാർട്ട്ണർഷിപ്പ് കേട്ടോ. അപ്പം ഈ മകൾ ഇങ്ങോട്ട് വന്നു, അവൾ ഫൈറ്റ് ചെയ്തു. അവസാനം നീ ഫൈറ്റ് ചെയ്യുന്നു, നീ കുറച്ചാൾ കഴിയുമ്പോൾ ആ അമ്മയെപ്പോലെ നീ ആവും. ഈ ഭർത്താവിനത് തിരിച്ചറിവില്ലാത്തവനാണെങ്കിൽ ഇവനും അതിന് വളം വെച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ അവൻ പ്രാർത്ഥിക്കണം, എൻ്റെ അമ്മയുടെ മീതെ വ്യാപരിച്ച യാതൊരു രോഗമാകട്ടെ, സ്പിരിച്വൽ അറ്റാക്ക് ആകട്ടെ, ഒന്നും എനിക്ക് ദൈവം തന്ന ആ മകളോട്, ആ വൈഫിൻ്റെ മീതെ വ്യാപരിക്കരുത്. ഞാനതിനെ ബ്രേക്ക് ചെയ്യും. കർത്താവിൻ്റെ അഭിഷേകത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മുന്നേറാൻ പോവും. അപ്പം അമ്മ എത്തിയിട്ടില്ലാത്തടത്ത് ഈ മോളെ ദൈവം കൊണ്ടു. അമ്മയ്ക്ക് പറ്റിയ ഒരറ്റാക്ക് ഈ കൊച്ചിന് പറ്റത്തില്ല. എന്താ പറ്റാത്ത? ആ സത്യം അറിഞ്ഞു, സത്യം അവരെ വിജയിപ്പിച്ചു. പക്ഷെ സത്യം അറിഞ്ഞാൽ പോരെ, സത്യത്തിൻ്റെ കൂടെ പ്രവർത്തിക്കണം. കേൾക്കുന്നുണ്ടോ? പാർട്ട്ണർഷിപ്പിൽ കൂടെ വരുന്നത് എത്ര സംഭവങ്ങളാണ്.
അമ്മയുടെ ലൈഫിൽ നടന്ന സെയിം അറ്റാക്കുകൾ, വല്യമ്മയുടെ ലൈഫിൽ നടന്ന സെയിം അറ്റാക്കുകൾ. വല്യമ്മയ്ക്കൊക്കെ കുടിയിരിപ്പുണ്ടായിരുന്നു. ആ കുടിയിരിപ്പെല്ലാം വെയിറ്റ് ചെയ്യുക. വരട്ടെ, ഈ വീട്ടിലോട്ടൊരു മരുമോൾ വരട്ടെ, ഒരു മരുമോൾ വരട്ടെ. ആ വല്യമ്മയ്ക്കുള്ളതുപോലെ കുറേ നാൾ എല്ലാ സേവകളും വെയിറ്റ് ചെയ്യുക. കാരണം അതിനൊക്കെ പൂജിക്കുകയും പാല് കൊടുക്കുകയും എല്ലാം വേണം. അവസാനം ഈ കൊച്ച് പോയി ആത്മീക വെളിപ്പാടും റൂട്ട് പിടുതാത്തോളാണെങ്കിൽ ഇതിനോട് ഫൈറ്റ് ചെയ്യണം. നീ ഫൈറ്റ് ചെയ്യണ്ട, നീ അതിനെ തകർത്ത് കള. നിൻ്റെ മേൽ വ്യാപിക്കുന്ന അഭിഷേകം കൊണ്ട് നീ സ്ട്രോങ് ആയിട്ട് നിൽ. സ്റ്റാൻഡ് സ്റ്റിൽ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരും, നിങ്ങൾ കടന്നുപോയ ബാറ്റിലുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാ മാതാപിതാക്കളും നിങ്ങളതിനെ ഫ്ലഷിൽ ഫൈറ്റ് ചെയ്യല്ല. നിങ്ങളതിനെ സത്യം തിരിച്ചറിഞ്ഞ് ആ ശക്തിയെ നിങ്ങളുടെ കാൽ കീഴാക്കിയാൽ, കർത്താവിൻ്റെ കാൽ കീഴാക്കിയതിനെ വേരോടെ പിഴുതുകളാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. തിരിച്ച് അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിൽ നിന്ന് മാറി വൈഫിൽ വരാം. ഞാൻ ഒരു സ്ഥലത്ത് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ആ സ്ഥലത്തൊരു സീനിയർ പാസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞു, റോയ് പാസ്റ്ററെ ഇതും കൂടെ കേട്ടോ. റോയ് പാസ്റ്റർ പഠിപ്പിക്കുന്നതൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് 5 ദിവസം അവിടെ ക്ലാസ് എടുത്താൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് അറിയത്തില്ല, പക്ഷേ പണ്ടത്തെ തലമുറകൾക്ക് സാരമില്ല പണ്ടത്തെ തലമുറകൾക്ക് അവിടെയും 2 എണ്ണം ഉണ്ട്. പണ്ടത്തെ തലമുറയ്ക്ക് അവർ പറയുക, പക്ഷേ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ട് മറ്റൊരു ദേശത്തേക്കും മറ്റൊരു വീട്ടിലേക്കും വിടുമ്പം അമ്മമാർ പറയുമായിരുന്നെന്ന്, ദൈവങ്ങളെ കൊച്ചിനെ ഞാൻ അങ്ങോട്ട് വിടുക, ഒറ്റയ്ക്കാണ് കൊച്ചു പോകുന്നത്, നിന്നെയും കൂടെ കൂട്ടുകൂട്ടിയാണ് വിടുന്നതെന്ന്. നിന്നെയും കൂടെ കൂട്ടി വിടുക, അങ്ങോട്ട് വിടുക കൊച്ചുങ്ങളെ. നോക്കി, അവിടുത്തേതും കൂടി ഇവിടെ വരും, അവിടുത്തേതും കൂടെ ഇവിടോട്ട് വരും. ആശ സിസ്റ്ററോട് ചോദിച്ചു, അവിടുത്തേതും കൂടെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ, അവിടുത്തേതും കൂടെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവിടുത്തേതും കൂടെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്ന് ഇത് രണ്ടും കൂടെ ഒരുമിച്ച്, കണ്ടോ, അവിടുന്ന് കൊണ്ടുവന്നു, ഇവിടുന്ന് കൊണ്ടുവന്നു, എല്ലാം കൂടെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി ഞാൻ ഇപ്പുറത്തെ കാര്യം പറയാൻ പോകും. വൈഫിൻ്റെ വീട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അവർ കടന്നുപോയ അറ്റാക്ക്, അവർ കടന്നുപോയ പ്രോബ്ലംസ്, ഇതെല്ലാം ഉണ്ട്. ഈ ബ്രിഡ്ജിൽ കൂടെ അങ്ങോട്ടേ വരത്തുള്ളൂ, ആ ബ്രിഡ്ജിൽ ഇങ്ങോട്ടേ വരത്തുള്ളൂ, അല്ല അങ്ങോട്ടും പോകും. ഈ പുരുഷൻ ഇവിടോട്ട് കണക്റ്റഡ് ആകുമ്പോൾ, അതിങ്ങോട്ട് വീട്ടിലോട്ട് വരണമെന്നൊന്നുമില്ല, ഇവിടെ കണക്റ്റഡ് ആകുമ്പോൾ ഈ അപ്പൻ എന്തൊക്കെ അറ്റാക്ക് വന്നിട്ടുണ്ടോ, ഈ അപ്പൻ എങ്ങനായിരുന്നോ അമ്മയ്ക്ക്, ഈ അപ്പന് അമ്മയെ എടുത്തിട്ട് തല്ലുന്നായിരുന്നു, അവളുടെ അമ്മയെ എടുത്തിട്ട് തല്ലുന്നായിരുന്നു. അല്ലെങ്കിൽ ഈ അപ്പൻ മദ്യപാനിയായിരുന്നു, ഈ അപ്പൻ തകർന്നവനായിരുന്നു, എന്തൊക്കെയോ ഈ അമ്മ എന്തൊക്കെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടോ, ഈ അമ്മ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല, ഈ അമ്മ സ്പിരിച്വലി വളരാൻ പറ്റിയിട്ടില്ല, എന്തൊക്കെ ഉണ്ടായിരുന്നോ, പിശാചുക്കൾ ചെയ്യുന്നത് എന്തുവാ, ഈ ചെറുക്കനെ ഈ അമ്മയുടെ കഷ്ടതയെ പോലെ ആക്കാൻ നോക്കും. മനസ്സിലായോ? ഇവിടുത്തെ രോഗങ്ങൾ, ഇവിടുത്തെ പലതരത്തിലുള്ള കാര്യങ്ങൾ, ഈ അമ്മയ്ക്ക്, ഇവളുടെ അമ്മയ്ക്ക് ഈ അപ്പൻ എങ്ങനായിരുന്നോ ഈ കൊച്ചിന് അതുപോലെ ചെറുക്കനെ ആക്കാൻ നോക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ വീട്ടിൽ ഈ ഫൈറ്റിങ്ങാണ് നടക്കുന്നത്. ഈ ഫൈറ്റിംഗ് കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇവിടെ എല്ലാം VHSഉം UHSഉം ഒക്കെ ഫ്രീക്വൻസീസ് ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസീസ് ഉണ്ട്. ഈ അന്തരീക്ഷത്തിൽ മൊബൈൽ ഫ്രീക്വൻസീസ് ഉണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റത്തില്ല. അതിനർത്ഥം ഇല്ലെന്നാണോ? നിമിഷം നേരം നിങ്ങളുടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന മൊബൈൽ ആ സിഗ്നൽ വരുമ്പോഴത്തേനും ആക്റ്റീവ് ആവും. ഇതുപോലെ നിങ്ങൾ മറ്റൊരു അറ്റ്മോസ്ഫിയറിൽ കയറുമ്പം, ഇവിടോട്ട് ചെന്ന് കയറി, നിങ്ങളുടെ തോട്ട് പാറ്റേൺ ചേഞ്ചായി. ചില വ്യക്തികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം മാറും. തിരിച്ചറി. ഞാൻ ചിരിക്കുക നേരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ട്. തിരിച്ചറി. ആ തകർത്ത് കളയണം അതിനെ.
നിങ്ങളുടെ വീട് അതിന് വസിക്കാനുള്ള പ്ലാറ്റ്ഫോം ആക്കി കൊടുക്കല്ലേ. എവിടെയെങ്കിലും ഇരുട്ടൊക്കെ ഉണ്ടെങ്കിൽ വന്ന സാധനം നിങ്ങളുടെ മേലെ കയറിയിരിക്കും, നിങ്ങളെ ട്രബിൾ ചെയ്യും. ഒരു പാമ്പ് കയറി വരുമ്പോൾ എവിടെ പോയിരിക്കും? ഇരുട്ടുള്ളത് പോയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇരുട്ട് കാണല്ലേ, അതിനെ തകർത്ത് കളയാനുള്ള അഭിഷേകം നിങ്ങളുടെ അകക്കാമ്പി കാണും കേട്ടോ. അഭിഷേകം അകക്കാമ്പി കാണും. മനസ്സിലാവുന്നുണ്ടോ? സ്പൗസ് വഴി വന്നത് മനസ്സിലായി. ഇത് വെള്ളം പോലെ ഇങ്ങനെ ആക്കാൻ നോക്കും. നിങ്ങൾ ആ അറ്റാക്കിനെ തിരിച്ചറിയണം കേട്ടോ. ചില രോഗത്തിൻ്റെ അറ്റാക്കാണ്, നിങ്ങളെന്നും തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു പെങ്കൊച്ച് വരുമ്പോൾ ഞാൻ എന്നും പറയാം, ആ അമ്മയെപ്പോലെ, നിങ്ങളുടെ അമ്മയെപ്പോലെ ഈ പെങ്കൊച്ച് മാറാതിരിക്കണമെങ്കിൽ നീ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചേ പറ്റൂ. നിൻ്റെ അമ്മയെപ്പോലെ, നിൻ്റെ അപ്പനെ പോലെ, അമ്മയ്ക്ക് അപ്പൻ എങ്ങനെയായിരുന്നു അതുപോലെ നിൻ്റെ ഭർത്താവ് മാറാതിരിക്കണമെങ്കിൽ നീയും തിരിച്ചറിഞ്ഞ് പറയണം, എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു സാധനം എൻ്റെ ഭർത്താവിനെ തൊട്ടേക്കല്ല്. എൻ്റെ ഭർത്താവ് ഞാനും കൂടെ ഒരുമിച്ച് വചനത്തിൽ വേരൂന്നി, പരിശുദ്ധാത്മാവിൽ വേരൂന്നി ഞങ്ങൾ മുമ്പിലോട്ട് കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ആ അന്ത്യശ്വാസം വരെ ഞങ്ങൾ യാത്ര ചെയ്യും. നിങ്ങൾക്ക് ക്ലിയറായോ? ഈ അറ്റാക്ക് ചില വീട്ടിലോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, തന്നെ അന്ന് അടുത്ത ഈ വീട്ടിലെ ആൾ അടിച്ചുപോയി. വിത്തിൻ 1 month, വിത്തിൻ ഇത്ര ദിവസം മരിച്ചുപോയി. ഞാൻ എത്രയൊക്കെ സംഭവങ്ങളാണ്. ഈ വീട്ടിലോട്ട് വന്നു, മരിച്ചുപോയി. ചെറുക്കൻ അങ്ങോട്ട് ചെന്ന് കയറി. പക്ഷേ ഞാൻ പോസിറ്റീവ് കണ്ടിട്ടുണ്ട്. എന്നോട് കർത്താവ് ചിലത് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് കണ്ടിട്ടുണ്ട്. ദൈവനോട് പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിലേക്ക്, പെങ്കൊച്ചിൻ്റെ വീട്ടിലേക്ക് ഒരു ചെറുക്കനെ ഞാൻ കൊണ്ടുവരും. ആ ചെറുക്കൻ ദൈവത്തിൻ്റെ നിയോഗത്തിലുള്ളവന്, എൻ്റെ പദ്ധതിയാണ്. ആ വീടിൻ്റെ മീതെ വ്യാപരിക്കുന്ന ചിലതിനെ തകർത്ത് കളയേണ്ടതിനാണ് കൊണ്ടുവരുന്നു. കല്യാണം കഴിഞ്ഞു ചെറുക്കൻ വീട്ടിലോട്ട് കാല് വെച്ചും അവർക്കെതിരെ നിന്ന മന്ത്രവാദി അടിച്ചുപോയി. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. മന്ത്രവാദി അടിച്ചുപോയി, മന്ത്രവാദിയുടെ മോൻ തുടങ്ങി മോനും അടിച്ചുപോയി. നിങ്ങളുടെ വീട്ടിലോട്ട് ദൈവം ഒരാളെ കൊണ്ടുവരുന്നത് നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവരും. ദൈവം കൊണ്ടുവരുന്നെങ്കിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ വീടിനെ ഉയർത്തേണ്ടതിന് തിരിച്ചറിഞ്ഞ്. കാരണം നിങ്ങൾ ഒരു വേർഡ് കൊണ്ട് എഴുതി വെച്ചോ, ബന്ധങ്ങൾ വഴിയാണ് ദൈവം ബ്ലെസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് വഴിയാണ് ദൈവം നിങ്ങളെ റിസ്റ്റോർ ചെയ്യുന്നത്. ആദ്യം നിങ്ങളെ റിസ്റ്റോർ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ദൈവം റിസ്റ്റോർ ചെയ്യും. ഹെൽത്തി റിലേഷൻഷിപ്പ്. പിന്നെ അനാവശ്യ ബന്ധങ്ങളിൽ പോയി കൂട്ടുകൂടി ബന്ധനമായി തീരില്ല. ഉള്ള അനാവശ്യ ബന്ധങ്ങളിൽ പോയി കൂട്ടുകൂടി എന്തോ ആയി തീരില്ല? ബന്ധനമായി തീരില്ല. നമ്മുടെ എല്ലാം ഇമോഷണലി നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ഇമോഷനും സൈക്കോളജി ഇതൊക്കെ എത്രയോ പ്രാവശ്യം നിങ്ങൾ കേട്ട് കാണും. കേൾക്കുന്നുണ്ടോ? നോക്കിയേ, പാർട്ട്ണർഷിപ്പ് കോഴ്സസ് എങ്ങനെ ഒന്നാമത് വരുന്നത് എങ്ങനെ? ഇൻഡിവിജ്വലി. രണ്ടാമത് എങ്ങനെ വരുന്നത്? പൂർവ്വ മാതാപിതാക്കൾ 10 തലമുറ അപ്പൻ്റെ റൂട്ടിലും അമ്മയുടെ റൂട്ടിലും. അടുത്തത് പാർട്ട്ണർഷിപ്പ്. 1 സ്പൗസ്, 2 റിലേഷൻഷിപ്പ്. എന്തോ റിലേഷൻഷിപ്പ്? റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധങ്ങൾ വഴി, ഫ്രണ്ട്സ്, കൂട്ടുകെട്ട് വഴി. ഞാൻ അതിനും ഒരു ഉദാഹരണം അവിടെ ഇവിടെ ഇല്ലാതെ സംഭവങ്ങൾ മാത്രം പറയട്ടെ. കൂട്ടുകെട്ട് വഴി ചില കൂട്ടുകെട്ടി പോയപ്പം അവരുടെ ആ ടീൻസ് അല്ലെങ്കിൽ യങ് മനസാക്ഷിയിൽ തെറ്റായ വിത്തുകൾ കിട്ടി. ആ വിത്ത് കിളിച്ച് എന്നും ഈ മക്കൾക്ക് അറ്റാക്കാം. എവിടെ നിന്ന് കിട്ടിയ? കൂട്ടുകെട്ടിയെന്ന്. തെറ്റായ കൂട്ടുകെട്ടി പോയതാ പലതും ഡ്രഗ്സിനകത്ത് പോയത്. തെറ്റായ കൂട്ടുകെട്ടിൽ പോയതാ പലതും പല റിലേഷൻഷിപ്പിൽ പോയി പെട്ടത്. തെറ്റായ കൂട്ടുകെട്ടിൽ പോയതാ പലതും പല വൈകാരിക മേഖലകളിൽ പോയി പെട്ടത്. ചിലത് കൂട്ടുകെട്ടിൽ കൂടെ പിള്ളേരെല്ലാം കൂടെ എൻകറേജ് ചെയ്തു, നോക്കടാ അതുകൊണ്ട് ആ കൊച്ചു നിന്നെ ഒത്തിരി നോക്കുന്നു. ഇപ്പം നോക്കാതിരുന്ന ചെറുക്കനെയും കൊണ്ട് കൂട്ടുകെട്ടുകൾ നോക്കിപ്പിച്ചു. അവസാനം അതിനകത്ത് പോയി അഡിക്റ്റഡായി. അല്ലെ കൂട്ടുകാരികൾ പറഞ്ഞു, അതുകൊണ്ട് നീ നോക്കിയത് നിന്നെ കണ്ട് ആ ചെറുക്കൻ സ്ഥിരമായിട്ട് നോക്കുന്നു, നിന്നെ നോക്കുന്നു. നോക്കാതിരുന്ന പെങ്കൊച്ച് അവളോട് കൺവിൻസ് ചെയ്ത് പറഞ്ഞ് അത് നോക്കിപ്പിച്ചു. അവസാനം ആ ബന്ധങ്ങൾ പോയി ബന്ധനമായി.
അരുതാത്തത് ഹൃദയത്തിനകത്ത് ആ നല്ല സമയത്ത് വീഴ്ത്തുന്നത് കൂട്ടുകെട്ടിൽ കൂടെയാണ്. നിന്റെ കൂട്ടുകാരാരാന്ന് പറ, ഞാൻ നിന്റെ ഭാവി പറയാവുന്ന ഒരു ചൊല്ലുണ്ട്. നിന്റെ ഡെസ്റ്റിനി ഞാൻ പറയാം. നിന്റെ കൂട്ടുകാരാരാന്ന് പറ, ഞാൻ നിന്റെ ഭാവി പറയാം. നോക്കിയേ, റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ വഴി ഏതെങ്കിലും ടോക്സിക് സീഡ്, ഏതെങ്കിലും തരത്തിലുള്ള വിഷത്തിൻ്റെ വിത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നെഗറ്റീവ് വിത്ത് വീണിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അത് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ സ്വപ്നങ്ങളിൽ കൂടെയോ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ ആ വ്യക്തികളെയോ ആ മുഖത്തെയോ കാണിച്ചു തരുമ്പം അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ പറയണേ, എൻ്റെ ഫ്രണ്ട് യേശുവാണ്, എൻ്റെ ഫ്രണ്ട് പരിശുദ്ധാത്മാവ്. യേശുവിൻ്റെ വചനം വായിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല നിലത്ത് വചനം വീഴണം. കേൾക്കുന്നുണ്ടോ? അപ്പം ഇതുവഴി വരാം. നാലാമത്തേത് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പ്. ദൈവഹിതമല്ലാത്ത ബിസിനസ് ചെയ്യാൻ, പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ പോകല്. ഇണയില്ല പിണ കൂടൽ. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർഷിപ്പിനുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഇൻവെസ്റ്ററെ, നല്ലൊരാളെ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ പേര് ഹോളി സ്പിരിറ്റ് എന്ന്. നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് പാർട്ട്ണറെ ഞാൻ പരിചയപ്പെടുത്തി തരിക. അദ്ദേഹത്തിൻ്റെ പേരെന്തുവാ? ഹോളി സ്പിരിറ്റ്. നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. നിങ്ങളുടെ തകർച്ചയ്ക്ക് ആ ആൾ ആഗ്രഹിക്കത്തില്ല. നിങ്ങളുടെ തിന്മയ്ക്ക് ആൾ ആഗ്രഹിക്കത്തില്ല. നിങ്ങളുടെ പാർട്ട്ണർ ആരായിരിക്കട്ടെ? ഹോളി സ്പിരിറ്റ്. പറഞ്ഞേ എല്ലാവരും ഒന്ന്, ഹോളി സ്പിരിറ്റ്. ഒരിക്കലും നിങ്ങളുടെ തിന്മയ്ക്കായിരിക്കുമോ ആ പാർട്ട്ണർഷിപ്പ്? ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ. അല്ല, നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾ ഇണയില്ലാ പിണ കൂടാൻ പോകുന്നത്? നിങ്ങൾക്ക് ബെസ്റ്റ് പാർട്ട്ണർ ഉണ്ടല്ലോ. ആരാ നമ്മുടെ ബെസ്റ്റ് പാർട്ട്ണർ? ഹോളി സ്പിരിറ്റ് അല്ലേ? ബിസിനസ്സിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, യു ഇൻവെസ്റ്റ്. ഹോളി സ്പിരിറ്റ്, എനിക്ക് അങ്ങയോടുള്ള പാർട്ട്ണർഷിപ്പാണ് വേണ്ടിയത്. പോളിയോങ്കിച്ചോ എന്ന് പറഞ്ഞ ദൈവദാസൻ പറയുന്നൊരു വേർഡുണ്ട്. പോളിയോങ്കിച്ചുകൊണ്ട് ഒരിക്കൽ ദൈവത്തിൻ്റെ പോളിയോങ്കിച്ചോ ഇത് ഭയങ്കര പ്രാർത്ഥനയാണ് മുട്ടയിൽ. കർത്താവ്, എൻ്റെ സഭ നിറയണേ, എൻ്റെ സഭ നിറയണേ, എൻ്റെ സഭ നിറയണേ. യേശു കർത്താവ് തന്നെ മുറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ പരിശുദ്ധാത്മാവിനോട് പറ എന്ന് പറഞ്ഞു. ഓ ലോർഡ്, ഹോളി സ്പിരിറ്റിനോട്. അപ്പം അതേ പറഞ്ഞു, ഐ നോ ഹോളി സ്പിരിറ്റ് ഇസ് എ ഡാവ്, ഹോളി സ്പിരിറ്റ് ഇസ് എ ഫയർ. കർത്താവ് ഇടേ നോ, ദേഷ്യപ്പെട്ടു. എൻ്റെ ഹോളി സ്പിരിറ്റ് ഡൗ അല്ല, എൻ്റെ ഹോളി സ്പിരിറ്റ് ഒരു കാറ്റല്ല, എൻ്റെ ഹോളി സ്പിരിറ്റ് ഒരു ഫയർ അല്ല, എൻ്റെ ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സൺ. ഹുയ്യോ, പോളിയോങ്കിച്ചോണ്ട് ഇത്രയും ദൈവം പറഞ്ഞപ്പോഴത്തേനും പോളിയോങ്കിച്ചോ ഒട്ടിപ്പോയി. ഞാൻ പറയാത്ത എൻ്റെ ബുക്ക് പോയി ലെറ്റിക്കനും ഗ്രീക്കും ഹീബ്രു എല്ലാം എടുത്ത് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നിടത്ത് എഴുതിയേക്കുന്ന വാക്യം വായിച്ചപ്പോൾ അവിടെ എല്ലാം എഴുതിയേക്കുക, ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് എ ഡൗ, ഇറ്റ്സ് എ ലൈക്ക് എ ഡൗ. പ്രാവ് എന്ന പോലെ എന്നാ, തീ എന്ന പോലെ, കാറ്റെന്ന പോലെ എന്നാ. അതിനർത്ഥം കാറ്റാന്നല്ല, പ്രാവാന്നല്ല. ഹോളി സ്പിരിറ്റ് ഇസ് എ പേഴ്സൺ. യേശു പറഞ്ഞത് അവൻ വരുമ്പോൾ എന്നാ, അത് വരുമ്പോൾ എന്നല്ല പറഞ്ഞേ. വെൻ ഹീ കംസ്, അവൻ വരും. ഒളിയൊങ്ങിച്ച് അന്നിരുന്ന് ദൈവസന്നിധി കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, ഇന്നു തൊട്ട് എൻ്റെ ചർച്ച് ഹോളി സ്പിരിറ്റിൻ്റെ ചർച്ച. ഹോളി സ്പിരിറ്റാണ് എൻ്റെ സീനിയർ പാസ്റ്റർ. എൻ്റെ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ ആരാ? ഹോളി സ്പിരിറ്റ്. ഞാൻ അവിടുത്തെ ജൂനിയർ പാസ്റ്ററാണ്. എൻ്റെ സീനിയർ പാസ്റ്റർ എന്ത് എൻ്റെ മാസ്റ്റർ ആഗ്രഹിക്കുന്നോ അതായിരിക്കും ഞാൻ പ്രീച്ച് ചെയ്യുന്നത്. അപ്പോൾ ഹോളി സ്പിരിറ്റ് പ്രീച്ച് ചെയ്യുന്നതെല്ലാം യേശുവിനെ ഉയർത്തുന്നത്. ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന ജോലി എന്തുവാ? ആരെ ഉയർത്തുന്നേ? പറഞ്ഞേ നിങ്ങൾ, യേശുവിനെ ഉയർത്തുക. പുള്ളി അത് പറയാ. അതിനുശേഷം എവറി കോൺഫറൻസ് സീറ്റ് വന്നിരിക്കും, ബൈബിളും പിടിച്ചുകൊണ്ട് താൻ ഇരിക്കുമ്പം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിളിക്കാൻ തുടങ്ങുമ്പം തൻ്റെ ഉള്ളി പറയാം, ഹോളി സ്പിരിറ്റ് കം വിൽ ഗോ ടുഗദർ, ഐ ആം റെഡി ടു ക്യാരി യു, ഐ ആം യുവർ അങ്ങയുടെ വെഹിക്കിളാണ് ഞാൻ,
അങ്ങേ ക്യാരി ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഞാൻ. കം ഹോളി സ്പിരിറ്റ്, വിൽ ഗോ ടുഗദർ. വാട്ട് എവർ യു വാണ്ട് ടു സ്പീക്ക്, ഐ എം റെഡി. മൈ ടങ്, മൈ ഹാർട്ട്, എവറിത്തിങ് ഐ സറണ്ടർ ബിഫോർ യു. എൻ്റെ ഹാർട്ടും എൻ്റെ ജീവിതവും ഇതെൻ്റെ. അതേ പറയും, ഹോളി സ്പിരിറ്റ് കം, വിൽ ഗോ. യു ആർ ദ മാസ്റ്റർ. ഐ ആം യുവർ ഇൻസ്ട്രുമെൻറ്റ്, ഐ ആം യുവർ മൗത്ത് പീസ്. അങ്ങനെ പൊളിയൊങ്ങിച്ചോ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നേ. നിങ്ങൾക്ക് ഏറ്റവും നല്ല പാർട്ട്ണർ ആരാ? എവറി ഡേ നിങ്ങളെ സകല സത്യത്തിലും നടത്താൻ ആരാ ഉള്ളേ? ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്. അടുത്തത് അതോറിറ്റീസ് ആൻഡ് ലീഡേഴ്സ്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അടുത്ത ആഴ്ചത്തേക്കിന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. പ്രേം ബ്രദറിനെ ഒന്ന് ഓർപ്പിക്കണേ, അത്യാവശ്യം ഒരു അനൗൺസ്മെൻറ്റ്. അതോറിറ്റീസ്. നാലാമത്തെ, ഇതും മനസ്സിലാവുന്നുണ്ടോ? അതോറിറ്റീസ്. എന്തുവാണ് അതോറിറ്റീസ് വഴി? അപ്പോൾ ഒന്നാമത് ആര് വഴി വരാം? ഇൻഡിവിജ്വൽ. രണ്ടാമത് ആര് വഴി വരാം? നമ്മുടെ ലൈഫിലേക്ക് വരാം പൂർവ്വപിതാക്കന്മാർ വഴി, മാതാക്കൾ വഴി. മൂന്നാമത്തേത് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിനകത്ത് സ്പൗസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ബിസിനസ് പാർട്ട്ണർഷിപ്പ്. ഇതൊക്കെ ഏറ്റു പറയേണ്ടതാണ്. അടുത്തത് അതോറിറ്റീസ് വഴി നമുക്ക് നമ്മുടെ മേൽ ശാപങ്ങൾ വരാം. എന്തുവാണ് അതോറിറ്റീസ് എന്ന് പറയുന്നത്? ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, ദേശത്തിലെ രാജാവോ പ്രഭുവോ പാപം ചെയ്താൽ ആ പാപം, അതിൻ്റെ ശിക്ഷ വരുന്നത് പ്രജകളുടെ മീതെയാണ്. ഞാൻ ദാവീദിൻ്റെ ചരിത്രത്തിൽ കൂടെ പഠിപ്പിച്ചോ. ദാവീദിൻ്റെ കാലത്ത് തുടരെ 3 സംവത്സരം ക്ഷാമമുണ്ട്. പഠിപ്പിച്ചായിരുന്നല്ലോ. എന്തിനാ ദാവീദിൻ്റെ മീതെ? ഇതെല്ലാം ഞാൻ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാകാം. അവർ ദേശത്തെ അന്യായ ശക്തികൾക്ക്, അശുദ്ധ ശക്തികൾക്ക് രക്തം കൊടുത്തോ, ഹോമം കൊടുത്തോ, രക്തം വീഴ്ത്തി എങ്ങനെയെങ്കിലും ഈ മണ്ണിനെ, ദേശത്തെ അടിയറോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജനം കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അശുദ്ധ ശക്തികൾക്ക് വേണ്ടി ഭൂമിയെ വിറ്റ് കളഞ്ഞ, മണ്ണിനെ അടിയറോ വെച്ച. ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര കുരുതി കൊടുത്തു. ഈ ദേശം അശുദ്ധ ശക്തികൾക്ക് ഞാൻ കുരുതി വെച്ചേക്കുക. എന്തുവാ ബലിയർപ്പിച്ചേക്കും, അതിന് അവകാശം കൊടുത്തേക്കും. ഇങ്ങനെയുള്ളതിനെ പ്രജകൾ അനുഭവിക്കുമെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ മീതെ അത് വേണ്ട. ഞാൻ മറ്റൊരു രാജ്യത്തെ സിറ്റിസണാണ്. നമ്മൾ ഏത് രാജ്യത്തെ സിറ്റിസണാണ്? സ്വർഗരാജ്യത്തെ സിറ്റിസൺ. എൻ്റെ മേലും എൻ്റെ കുഞ്ഞുങ്ങളുടെ മീതെയും ഇവിടുത്തെ വേണ്ട. ആ തകർച്ച, ആ ശാപം, ആ സ്പിരിച്വൽ അറ്റാക്ക് നിനക്ക് വേണ്ട. നീ പാർക്കുന്ന ദേശത്തിനകത്തെ അശുദ്ധ ശക്തികൾ നിൻ്റെ വീട്ടിൽ ഇറങ്ങി വരത്തില്ല. കാരണം നിൻ്റെ വാക്കുകൊണ്ട് സ്വർഗത്തിന് നീ പെർമിഷൻ കൊടുത്തതുകൊണ്ട് നിൻ്റെ വീട്ടിൽ വിശുദ്ധ ദൂതന്മാരിറങ്ങി നിൽക്കും. നിന്നോട് ഒരു ബാധയും അടുക്കത്തില്ല. തെരഞ്ഞെടുക്കപ്പെട്ട പൊളിറ്റിക്കലി അല്ലെ ഗവൺമെൻറ്റിൻ്റെ പാർട്ടി വഴി തെരഞ്ഞെടുക്കപ്പെട്ട ലീഡേഴ്സ്, തെരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് ലീഡേഴ്സ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവും, നമുക്ക് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലാണ് നമ്മൾ ഡെമോക്രാറ്റിക് ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതെങ്ങനെ വോട്ടിട്ടാലും എങ്ങനെ ആകട്ടെ, തിരഞ്ഞെടുത്ത ഒരാൾ വന്നാൽ ദൈവത്താൽ അധികാരം വരുന്നത്, ആ പുള്ളി കീഴടക്കി കൊടുത്താലോ? ചിലത് ഇങ്ങനെ വരുന്നത്. അപ്പം രാഷ്ട്രീയപരമായി, ഗവൺമെൻറ് പരമായി, പൊളിറ്റിക്കൽ പരമായി, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പൊളിറ്റിക്കൽ പരമായിട്ട് വരുന്നതിന് നമ്മൾ അതിനെ തിരിച്ചറിയണം. ദേശത്തെ ശക്തികൾക്ക് വേണ്ടി അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി ശാപം വരാം. നിങ്ങളതിനെ ബ്രേക്ക് ചെയ്യണം. അടുത്തത് സ്പിരിച്വൽ. എൻ്റെ കർത്താവേ, സ്പിരിച്വൽ ലീഡേഴ്സ്, ആത്മീക അധികാരികൾ. അത് പുരോഹിതനാകട്ടെ, അത് ഒരു ഗ്രേറ്റ് ലീഡർ ആകട്ടെ. ഈ ലീഡർ എങ്ങനാണോ, ആ ലീഡറിൻ്റെ ആ ഒരു ഗുണം, അത് നിങ്ങൾ സ്ട്രഗിളാവും. ഞാൻ പറയുന്ന വേർഡ് നിങ്ങൾ എഴുതി വെച്ചു, കാരണം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് പ്രോഫറ്റ് സാമുവേൽ,
Israel had experienced the victory and rest. പ്രോഫറ്റ് സാമുവേലിൻ്റെ ലീഡർഷിപ്പിൽ ഇസ്രയേലിന് സ്വസ്ഥത വന്നു, യുദ്ധത്തിൽ ജയവും വന്നു. എങ്ങനെ? ദൈവം യുദ്ധം ചെയ്തു. ശമൂവേലിൻ്റെ പ്രാർത്ഥനയിൽ ആര് യുദ്ധം ചെയ്തു? യഹോവ യുദ്ധം ചെയ്തു. കാരണം പുള്ളി യുദ്ധം ചെയ്യാൻ പോയില്ല, കാരണം അദ്ദേഹം വിശ്വസ്തനായ നല്ലൊരു പ്രോഫറ്റായിരുന്നു. ഇപ്പം ലീഡർഷിപ്പ് നോക്കിക്കോണേ. പക്ഷേ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കിങ് സോൾ ഇസ്രയേൽ അസ്വസ്ഥരായി, ഇസ്രയേൽ റിബൽഡായി. ഇപ്പം ആൾക്കാർക്ക് ഒരു പുരോഹിതനെ കാണുമ്പം ആ ചണനൂൽ അല്ലെങ്കിൽ എന്തുവാ ഇതുകൊണ്ടുള്ള അങ്കി ധരിച്ചവരെ കാണുമ്പം കൊല്ലണമെന്ന് തോന്നും. ഇവരെ എങ്ങനെയെങ്കിലും നാക്കുകൊണ്ട് കൊല്ലണം. എന്താ? ശൗൽ കൊന്നിട്ട് വരുന്നവനാണ്. ശൗൽ എത്ര പേരെ ദാവീദിൻ്റെ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിൽ അബ്യാഥാറോ ഏത് പുരോഹിതനെ ആൻറ്റി അബ്യാഥാർ പുരോഹിതനെ തൊട്ട് 70 പുരോഹിതന്മാരെ 40 പുരോഹിതന്മാരെ എത്ര കൊന്നു? 70 പുരോഹിതന്മാരെ കൊന്നുകളെ. അപ്പോൾ ഇവൻ്റെ ഈ പുള്ളിയുടെ ലീഡർഷിപ്പിലുള്ള എല്ലാത്തിനും എന്തോ തോന്നുന്നേ? ഒരു പുരോഹിതനെ കണ്ടാൽ ഉടനെ തോന്നുന്നത് നീ ആരുടെ ലീഡർഷിപ്പില? നീ ഇന്ന് വാളും കൊണ്ട് കൊല്ലത്തില്ലായിരിക്കും, നീ നാക്കുകൊണ്ട് കൊല്ലും. അടുത്തത്, എവിടെ യാഗം കണ്ടാലും പുള്ളി പൊസിഷൻ വേണമെന്ന് തോന്നും. പ്രവാചകനൊന്നും വരാനൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്യത്തില്ല, ഞങ്ങൾ ഭയങ്കര ആൾക്കാരാണ്, ഞങ്ങൾ ചാടിക്കറി, ഞങ്ങൾക്കെല്ലാം ഡിസിപ്ലിനുണ്ട്. ചാടിക്കറി യാഗം നടത്തിക്കളെ. ശൗലിന് എന്തൊക്കെ ഗുണമുണ്ടോ ആ ഗുണം മൊത്തം അതിനോട് അസോസിയേറ്റ് നിൽക്കുന്ന എല്ലാവരുടെ മേലും വരും. എവിടെ ദാവീദുമാരെ കണ്ടോ അന്നേരം അവൻ്റെ കുന്തം എറിയാൻ തോന്നും. അഭിഷക്തന്മാരെ ഒരുത്തനെ എഴുന്നേൽപ്പിക്കത്തില്ല. അഭിഷക്തന്മാരെ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കിങ് സോൾ ഇസ്രയേൽ ട്രബിൾഡ്. ബട്ട് അടുത്ത വേർഡ് കേട്ടോ, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കിങ് ഡേവിഡ് ഇസ്രയേൽ ആർ എസ്റ്റാബ്ലിഷ്ഡ്. ഇസ്രയേൽ എസ്റ്റാബ്ലിഷ് ആയതോടുകൂടെ നിന്റെ വീടും എസ്റ്റാബ്ലിഷ് ആയി, നീ എസ്റ്റാബ്ലിഷ്. അപ്പം നിങ്ങൾ ആരോടാ അസോസിയേഷൻ നോക്കിയോണം. നമ്മുടെ അസോസിയേഷൻ ആരോടാ? ഇപ്പം എൽബെഥേൽ ചർച്ചിൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ മീതെ വ്യാപരിക്കുന്ന അഭിഷേകം എന്തുവാ അതാ നിങ്ങളുടെ മേൽ വ്യാപരിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ കള്ളനാണെങ്കിൽ നിങ്ങൾ ആരായിത്തീരും? കൊള്ളക്കാരായിത്തീരും. ഞാൻ പൊളിറ്റിക്സ് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പൊളിട്രിക്സ് കളിക്കുന്നവരാകും. അതിൻ്റെ പല മടങ്ങായിരിക്കും. പൊളിറ്റിക്സ് അല്ല, പൊളിട്രിക്സ് കളിക്കുന്ന എല്ലാം ഭയങ്കര ബുദ്ധിയോടും കൂടെ ആയിരിക്കും. ഡോണ്ട് ആരോട് അസോസിയേറ്റ് നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ എൻ്റെ തന്നെ പറയാം, കർത്താവേ, ആ റോയ് പാസ്റ്ററുടെ മീതെയുള്ള ജഡത്തിലെ ഒന്നും ഞങ്ങളുടെ മീതെ വരല്ലേ. ആ റോയ് പാസ്റ്ററുടെ മീതെയുള്ള ജഡത്തിലുള്ളതൊന്നും ഞങ്ങളുടെ അഭിഷേകത്തിലുള്ളതും നന്മയിലുള്ളതും മാത്രമേ ഞങ്ങളുടെ മീതെ വരാവേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ മീതെ നിങ്ങൾ എന്നെ തന്നെ ഓർത്ത് പ്രാർത്ഥിച്ചു. കാരണം നമ്മുടെ ലൈഫിലൊക്കെ അത് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്യൂരിറ്റിയിൽ വരണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും നിങ്ങൾ യേശുവിൻ്റെ കരത്താൽ അനുഗ്രഹിക്കപ്പെടണം. യേശുവിൻ്റെ കരത്താൽ. കർത്താവേ, റോയ് പാസ്റ്ററുടെ മീതെയുള്ള യാതൊരു ജഡത്തിൻ്റെ സ്വഭാവം, അഭിഷേകത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ ദൈവത്തോട് എത്ര മടങ്ങി ചോദിച്ചു, അത് നിങ്ങളുടെ വിശ്വാസം വിളി ചോദിച്ചു. പക്ഷെ കർത്താവേ, എൻ്റെ മീതെ അദ്ദേഹത്തിൻ്റെ മീതെ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഗുണം എൻ്റെ മീതെ തരണേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ള ജഡത്തിൻ്റെ ബലഹീനതകളൊന്നും ഞങ്ങളിലേക്ക് വരല്ലേ എന്ന് നിങ്ങൾ നിങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. 2 സ്പിരിച്വലി കണ്ടോ, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് പ്രോഫറ്റ് സാമുവേൽ ഇസ്രായേൽ ഹാഡ് എക്സ്പീരിയൻസ് ദി റെസ്റ്റ്, വിക്ടറി. അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കിങ് സോൾ എന്താ പറ്റി? ഡിസൊബീഡിയൻസ്. കറക്റ്റ്, ഡിസൊബീഡിയൻ. എല്ലാവരും അനുസരണക്കെട്ടവനും അഭിഷക്തന്മാരെ കൊല്ലാൻ നടക്കുന്നവനും. ഞാൻ പണ്ടേ തീരുമാനിച്ചു, എൻ്റെ കൈ മറ്റുള്ളവൻ്റെ കയ്യിലെ ആയുധങ്ങൾ എറിയാനായിരിക്കത്തില്ല. എൻ്റെ നാവും, ഒരഭിഷക്തനെ കൊല്ലാൻ എൻ്റെ നാവും, അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിക്കാനും എതിർ പ്രാർത്ഥനയ്ക്കും നോ. എൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളെ ഉപയോഗിക്കുന്നെങ്കിൽ
എനിക്കിഷ്ടമല്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ ബ്ലെസ് ചെയ്യും. അടുത്തത് കേട്ടുന്ന, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കിങ് ഡേവിഡ് ഇസ്രായേൽ എന്തോ എടുത്തു? എസ്റ്റാബ്ലിഷ്ഡ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എസ്റ്റാബ്ലിഷ്. ഇസ്രായേൽ എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ അതിനർത്ഥം ആര് എസ്റ്റാബ്ലിഷ് ആയെന്ന? ജനം എസ്റ്റാബ്ലിഷ് ആയെന്ന. അല്ല ദാവീദ് രാജാവ് കൊട്ടാരം പണിതെന്നല്ല. ആര് എസ്റ്റാബ്ലിഷ് ആയെന്ന? ജനം എസ്റ്റാബ്ലിഷ് ആയെന്ന. കേട്ടോ? അടുത്തത് സ്പിരിച്വലി ഉള്ളത്. ചില സ്പിരിച്വൽ ആൾക്കാർക്ക് അവർക്കറിയാം ഞങ്ങളുടെ മേൽ അതോറിറ്റി ഉണ്ട്. ഞങ്ങളോട് കണക്റ്റ് ആകുന്നവർ എന്ന് ഞങ്ങളോടുകൂടെ കെട്ടപ്പെട്ട് കിടന്ന് കറങ്ങണം. അതിനവരുടെ അഭിഷേകം അവർ റോങ് ആയിട്ട് എക്സസൈസ് ചെയ്യും. വിജിൻ ഇവിടെ ക്യാമറ പിടിക്കാൻ നാളത്തേന് ആളില്ല. പക്ഷെ വിജിന് ഇന്ത്യക്ക് വെളിയിലോട്ടൊരു അവസരം വന്നു. എൻ്റെ പല്ലെല്ലാം നല്ലതാണ്, പക്ഷെ ഉള്ളിൽ എന്തുവാ? എടാ പിടിക്കാൻ എൻ്റെ ക്യാമറ പോവും, നീ പോകത്തില്ല, നിന്നെ പ്രാർത്ഥിച്ച് ഞാൻ കെട്ടിവിടും. വിക്കഡ് ശുശ്രൂഷകന്മാരുണ്ട്. ഒരുത്തനെ വിടത്തില്ല മോനെ. ഞാനിത് പറയുന്നത് നീ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ വേണേൽ പോക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ ആരും കണ്ടുകൊണ്ടൊന്നുമല്ല എൻ്റെ ശുശ്രൂഷ. കാരണം കർത്താവ് എന്നെ വിളിച്ചതാണ്. എടാ എന്നെ സീറോയിൽ നിന്ന് കർത്താവ് ഇവിടെ വരെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരുത്തൻ്റെയും പൈസയും കണ്ടിട്ടും ഒരുത്തൻ്റെയും സപ്പോർട്ടും കണ്ടിട്ടുമല്ല, എൻ്റെ ദൈവം എന്നെ വിളിച്ചതാണ്. എൻ്റെ ദൈവം വിശ്വസൻ. അതുകൊണ്ട് ആര് പോകണോ? അയ്യായെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു. അയ്യാണ്ട് പിന്നെയും വന്നു. കാരണം അടുത്ത ആൾക്കാരെ കർത്താവ് ഒരുക്കും. നമ്മൾ മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആണേ ഉണ്ടല്ലോ, അവർ നമ്മളോടും കൂടെ ഭയങ്കര, നമ്മളെ കാണുമ്പോൾ സ്നേഹമാണ്. എനിക്കൊരാവശ്യം വന്നപ്പോൾ അയ്യ ഓടി വന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം കൂടെ പല കാര്യങ്ങൾക്ക് പോയേക്കുമായിരുന്നു. അയ്യ ഓടി വന്നു. ചില ആൾക്കാരുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇവരുടെ ഇന്ത്യക്ക് വിജിനിപ്പം പ്രസംഗിക്കുന്നുണ്ട്, എന്നെക്കാട്ടിൽ നല്ല പ്രസംഗമാണ്. എൻ്റെ യൂട്യൂബിൻ്റെ വ്യൂവേഴ്സ് കുറവാണ്, വിജിന് കൂടുതലാണ്. എന്തോ അസൂയ. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഇൻസെക്യൂരിറ്റി അകത്ത്. പക്ഷെ ഇതൊക്കെ കവറപ്പ് ചെയ്തിട്ട് നിന്നെങ്കിലേ എൻ്റെ കിങ്ഡം ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ളവൻ ജീവിതത്തിൽ ശുശ്രൂഷയിൽ വളരത്തില്ല. നിങ്ങൾ വേറെ ആരെ ഓർക്കണ്ട. ഇത് ജനറലി ബൈബിള് പഠിപ്പിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ആരെ നിങ്ങൾ ഓർക്കണ്ട. ഇൻസെക്യൂരിറ്റി ഉള്ളവനും സ്പിരിറ്റ് ഓഫ് ജലസി ഉള്ളവനും അവൻ വളരത്തുമില്ല, അവൻ ആരെയും വളർത്തത്തുമില്ല. ദൈവജനത്തെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ ഇഷ്ടം തൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടണം. കേട്ടോ? യേശുവിൻ്റെ ഇഷ്ടം എന്തുവാ? തൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടണം. അപ്പം ചില സ്പിരിച്വൽ ആൾക്കാരുണ്ട്, യാത്രകളെ കളയുക, ശുശ്രൂഷകളെ കളയുക, വീട് വെച്ചതിനെ അവർക്ക് അസ്വസ്ഥതയാണ്. നല്ലൊരു കല്യാണം നടക്കുന്നുണ്ട്, പുള്ളിക്ക് അങ്ങ് അസ്വസ്ഥതയാണ്. നല്ലൊരു വീട് വെച്ചത് കണ്ട അസ്വസ്ഥതയാണ്. നല്ലൊരു നന്മ കണ്ട, യാത്ര ചെയ്ത് കണ്ട അസ്വസ്ഥതയാണ്. ശുശ്രൂഷ എല്ലാത്തിനും സ്പിരിറ്റ് ഓഫ് ജലസി. പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. എൻ്റെ മുഖം പോവും, എൻ്റെ മാസ്ക് പോവും. എല്ലാവരുടെയും മുന്നേ നല്ല മാസ്ക് വെക്കണം. നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തെ ദൈവം അറിയുന്നുണ്ട്. ആ പൂർണ്ണ ബോധ്യത്തിൽ ഞാൻ പ്രസംഗിക്കുന്നു. ഞാൻ എന്നോട് തന്നെ തിരിച്ചു ചോദിക്കാറ്, കർത്താവ് എനിക്ക് ആരോടെങ്കിലും അസൂയുണ്ട്? എനിക്ക് ആരോടും അസൂയയില്ല. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നെ ഉപദ്രവിച്ചവർ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളെ ഉപദ്രവിച്ചവർ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. കേട്ടോ? ചില അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഒത്തിരിയും പേരെ കറക്കിക്കളഞ്ഞു. അവരുടെ പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. ഇനി ഒരു വേർഡും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നേരെ മന്ത്രവാദവും ആഭിചാരവും ചെയ്യുന്നത് ആരാ? നമുക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ജനറലി പോട്ടെ, നിങ്ങൾക്ക് നേരെയല്ല, ക്യാൻസൽ ചെയ്ത് തരും. മന്ത്രവാദവും ആഭിചാരവും ചെയ്യുന്നത് ആരാ? മന്ത്രവാദികൾ, എനിമീസ് അല്ലേ? മന്ത്രവാദികളാണ് ചെയ്യുന്നത്. മന്ത്രവാദികളെന്നാണ് വിളിക്കുന്നത്. പക്ഷെ ബൈബിളിൽ വേറൊരു പേരുണ്ട്. ശൗലിനോട് പറഞ്ഞു,
എടാ മത്സരം ആഭിചാര ദോഷം പോലെയാണ്. മന്ത്രവാദിയാണോ ശൗല്? പല മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും വരുന്നത് എതിർപ്രാർത്ഥനയിൽ കൂടെ. ആരാ? അഭിഷേകം വീണവൻ, അസൂയ ഉള്ളവനും ഇൻസെക്യൂരിറ്റി ഉള്ളവൻ്റെ നെടുവീർപ്പ്. അവനങ്ങ് പറ്റുന്നില്ല. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും അത്രേ. മന്ത്രവാദികളോട് അസോസിയേറ്റ് ചെയ്യരുത്. നിന്റെ ജീവിതം തകർന്നു പോകും. നിന്റെ ഭാവി, നീ അവിടം വിട്ടോ. ദാവീദ് ഓടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ദാവീദ് ഓടി. പുള്ളി ഒരു ദിവസം ചെയർ എടുത്തിട്ടിരുന്നു, അവിടെ പേരും എഴുതിയിട്ടിരുന്നു. ഡേവിഡ്, സൈന്യാധിപൻ ഡേവിഡ്. യോനാഥാൻ ഇപ്പുറത്തിട്ടിരുന്നു. യോനാഥാന് ഇപ്പുറത്തിട്ടിരുന്നു. ഇപ്പുറത്തെ ചെയർ എഴുതിയിട്ടിരുന്നാണ് കിങ് ഡേവിഡ്. പുള്ളി എന്നിട്ട് ശൗലിങ്ങനെ ഇരിക്കുക, കുന്തം പിടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വലത്തെ കയ്യിലിരിക്കുന്നത്. മറ്റേ ദാവീദിനെ എവിടെ ഇരുത്തിയേ? ഇടത്ത്. അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നിന്നെ ഫ്രണ്ടിൽ വിളിച്ചിരുത്തിയത് നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഇരുത്തി. പക്ഷെ ദാവീദിനെ ദൈവം ഓടുന്ന് മാറ്റിക്കളഞ്ഞു. യോനാഥാനോട് ചോദിച്ചു, എന്ത് ചെയ്യടാ ദാവീദ് വീട്ടിൽ പോയി, വിശേഷം ഉണ്ടായിരുന്നു. ഒരൊറ്റ ദേഷ്യപ്പെടൽ. എന്തിനാ ഇവിടെ ഇരുത്തിയെന്നറിയാമോ? പേരെഴുതി വിട്ട് ആ ചെയർ കാലിയായിട്ടിരിക്കുന്നുണ്ട്. ഒറ്റ കുത്തിന് അവനെ കൊല്ലേണ്ടതിന് തന്ത്രം മെനഞ്ഞിരിക്കുക ശൗല്. പല ചെയറും നിന്നെ വിളിച്ചിരുത്തുന്നത് നിന്റെ ഉയർച്ചയ്ക്കുമല്ല കേട്ടോ. 2, ശൗല് ദാവീദ് ശൗലേ അച്ചാച്ചാ എന്നോ ഉണ്ട്, ഞാൻ ഇമോഷനാ. നിന്റെ ഇമോഷൻ നിന്നെ കൊന്നുകളെ. നിന്റെ സിമ്പതി ഡേഞ്ചറാണ്. നിന്റെ സിമ്പതി, അയ്യോ അച്ചാച്ചനല്ലേ, നീ അവനെ വിട്ട് ഓട്. ശൗലിനെ വിട്ട് നീ ഓട്. ശൗലിൻ്റെ ഭാഗം നീ ശൗലിനെ നന്നാക്കാൻ പോകാതെ മാനസാന്തരപ്പെടാം. ദൈവം തള്ളിയവനെ നീ മാനസാന്തരപ്പെടുത്താൻ നോക്കണ്ട, നീ ഓടിക്കൂ. ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം തള്ളിയതിനെ നീ മാനസാന്തരപ്പെടുത്താൻ നോക്കണ്ട. അസോസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സ്പിരിച്വൽ വിക്കറ്റ് ഉണ്ടോ? നിങ്ങൾ ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ തലയിൽ കൈവെക്കണം. കർത്താവേ, ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും പ്രാർത്ഥനകൾ, ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും ആലോചനകൾ, കല്യാണത്തിൻ്റേതാണോ ശുശ്രൂഷയുടെ ആണോ? ഞാൻ ഈ കല്യാണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വേറെ ആരും ഉദ്ദേശിച്ചു. ബൈബിൾ എടുത്തിട്ടുണ്ട്, ശൗല് കല്യാണാലോചന കൊണ്ടുവന്നു. ആർക്കാ? ദാവീദിന്. എന്തോ കല്യാണാലോചന ഉണ്ടെന്നേ. എൻ്റെ മകൾ മേരബിനെ സുന്ദരിയ നിനക്ക് കെട്ടിച്ചു തരാം, നീ എൻ്റെ മരുമോനായിരിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ഓർത്തു, അയ്യോ ആൾക്കാരെ വിട്ടാ പറയിപ്പിച്ചേ. രാജാവിൻ്റെ മരുമോനായിട്ട് ദാവീദ് ഇരുന്ന് കഴിഞ്ഞാൽ ദാവീദ് ഓർത്തു, അയ്യോ. പക്ഷെ ബൈബിൾ അതിൻ്റെ വീടിൻ്റെ താഴെ എഴുതി വെച്ചു. നിങ്ങൾ ഇന്ന് പോയി 17-18 അധ്യായം പോയി പഠിക്കണം. 1 ശമൂവേൽ 17-18 അധ്യായം പഠിക്കണം. അവിടെ എഴുതിയേക്ക, എൻ്റെ കൈയല്ല, ഫെലിസ്ത്യൻ്റെ കൈ അവൻ്റെ മേൽ വീണ് അവൻ തകർന്നു പോകട്ടെ, അതിനുവേണ്ടി മരുമോനാകാൻ വിളിച്ച്. നീ യഹോവയുടെ യുദ്ധം ചെയ്താൽ മതി. അതങ്ങ് പാളി കല്യാണം. അപ്പോൾ 2ാമത്തെ കല്യാണം. മീകൾ മേരബായിരുന്നു 1ാമത്തെ. 2ാമത്തെ മീകൾ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിന് അറിവ് കിട്ടി. അപ്പം അവന് മീകൾ ഒരു കെണിയായിരിക്കേണ്ടതിനും അങ്ങനെ എഴുതിയേക്കുന്നത്. നിന്റെ ശുശ്രൂഷ എന്നും കെട്ടപ്പെട്ട് കിടന്ന് കറങ്ങണം. പല കല്യാണാലോചനയും നിനക്ക് കൊണ്ടുവരുന്ന തിരിച്ചറിയണം. മീകളിനെ കെട്ടി നിന്റെ ശുശ്രൂഷ കളയാതെ കർത്താവ് നിന്നോട് പറയുന്ന ദൈവവൈതലിനെ നീ കേട്ട്. നിങ്ങൾക്ക് 2 പേർക്കും അനുഗ്രഹം കേട്ടോ. ഈ മീകളിനെ ഈ പ്രാവശ്യം മീകളിനെ നിനക്ക് ഞാൻ തരാം, മേരബിനെ ഞാൻ കൊടുത്തല്ലോ, അതുകൊണ്ട് നീ എനിക്കൊരു കാര്യം ചെയ്താൽ മതി, എനിക്ക് ഫെലിസ്ത്യൻ്റെ 100 അഗ്രചർമ്മം കൊണ്ട് തന്നാൽ മതി. സ്ത്രീധനമായിട്ട് എനിക്ക് വേറൊന്നും വേണ്ട, അത് മാത്രമേ വയ്ക്കുന്നത്. അവിടെ താഴെ എഴുതിയേക്കുക ബൈബിൾ. ഫെലിസ്ത്യൻ്റെ അഗ്രചർമ്മം ചോദിച്ചത് എന്തിനാ? എൻ്റെ കൈയല്ല, ഫെലിസ്ത്യൻ്റെ കൈ നിൻ്റെ മേൽ വീണ് നീ തകരട്ടെ. കാരണം എനിക്ക് യോനാഥാനെ രാജാവാക്കണം. നീ ജീവനോട്ടിരിക്കുന്നിടത്തോളം കാലം കേട്ടോ. അസൂയ ഉണ്ടോ? ദാവീദ് പോയി 200 എണ്ണം കൊണ്ട് കൊടുത്തു. യഹോവ ദാവീദിനോടും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള
കയീൻ, സ്പിരിച്വൽ കയീന്മാർ, പാസ്റ്റർ കയീൻ, പാസ്റ്റർ സോൾ, കിങ് സോൾ എന്ന് മാറ്റി പാസ്റ്റർ സോൾ, റവറൻ സോൾ. പിന്നെ നമ്മുടെ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഒരു ചേട്ടനെ കാണാം. അനിയന്മാർ നന്നാവുമ്പോൾ ചില ചേട്ടന്മാരും അസൂയ. പുള്ളി വീട്ടിൽ കയറത്തില്ല. അനിയന് കാളയെ കൊടുത്തു, മോതിരം കൊടുത്തു. എടാ, ആ ചെറുക്കൻ വീട്ടിലേക്ക് മടങ്ങി വന്ന നിൻ്റെ അനിയൻ മടങ്ങി വന്നല്ലേ. എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഏതെങ്കിലും മക്കൾ മടങ്ങി വരുമ്പം നിങ്ങൾ ഒരിക്കലും ചേട്ടൻ്റെ അടുക്ക പോലെ അപ്പൻ്റെ വീട്ടിലെ അപ്പൻ്റെ അടുക്കലെ പോ. ഒരിക്കലും ഇവിടെ പോലെ ചേട്ടൻ്റെ അടുക്ക പോയാൽ നീ വീട്ടിൽ കയറത്തില്ല. നിനക്ക് ചെരുപ്പും കിട്ടത്തില്ല, വസ്ത്രവും കിട്ടത്തില്ല, മോതിരവും കിട്ടത്തില്ല. നീ എന്നും ദൂരെ അപ്പനെക്കുറിച്ചുള്ള പേടി കാരണം നീ എവിടെയെങ്കിലും 10 ആടിൻ്റെ കൂടെ അവിടെ കാണും. കാരണം ചേട്ടൻ ഇത് മുതലെടുക്കും. പക്ഷെ നീ അപ്പൻ്റെ വീട്ടിൽ പോയാൽ നീ അവകാശിയാവും. നിങ്ങളുടെ ലൈഫിലും അപ്പൻ്റെ അടുക്ക പോകണം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? എവിടെ പോകണം? അപ്പൻ്റെ അടുക്ക. നിങ്ങൾ തകർത്ത് കാണും. പക്ഷെ ഇനി മേലിൽ തകർക്കല്ലോ. ഇനി മേലിൽ അപ്പൻ്റെ വസ്തു മുടിക്കല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരിക്കലും കളയല്ല. അപ്പൻ നിന്നെ കരുണയോടെ ചേർക്കും. പക്ഷെ ഇനി നീ മുടിക്കല്ല. സ്പിരിച്വൽ വിക്കഡായിട്ട് വന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. തലയിൽ കൈവച്ച് ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ ചില സ്പിരിച്വൽ അറ്റാക്ക് വന്നതുവരെ എനിക്കറിയാം. ഞാൻ പറയുന്നത് എന്നോടൊരിക്കൽ കർത്താവ് പറഞ്ഞു, ഡോറ് തുറക്കാൻ ഞാൻ തുടങ്ങാൻ പറഞ്ഞു. ഡോറ് തുറക്കല്ല. നിൻ്റെ വീടിനകത്തോട് നിന്നോട് അറ്റാക്ക് ചെയ്യാൻ ഇന്ന സ്പിരിറ്റ് വെയിറ്റ് ചെയ്യുക. ഞാൻ ചോദിച്ചു, കർത്താവേ ഇതാരയച്ചത്? കർത്താവ് പറഞ്ഞു, ഇന്നാളയച്ചത്. എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമില്ല. കാരണം ശുശ്രൂഷയിൽ വളരാതിരിക്കാൻ, ശുശ്രൂഷയിൽ ഉയരാതിരിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ പിശാച് തകർന്നു പോകണം. മത്സരം ആഭിചാരദോഷം പോലെ, ശാഠ്യം മിഥ്യാപൂജ പോലെ അത്രേ. വചനം നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളത് ചെയ്ത് നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ തലയിൽ ഒരു ശൗലുമാരും കൈവെക്കല്ലേ, ഒരു കയീന്മാരും എൻ്റെ തലയിൽ കൈവെക്കല്ലേ. കർത്താവേ, ഒരു ദുഷ്ടനും എൻ്റെ തലയിൽ കൈവെക്കല്ലേ. ദൈവത്തിൻ്റെ ഹിതമുള്ള അഭിഷക്തന്മാർ എന്നെ അനുഗ്രഹിക്കണേ. നിങ്ങളുടെ തലയിൽ അഭിഷക്തന്മാർ കൈവെക്കുകയും വേണം. അത് നിങ്ങൾ മറക്കില്ല. അഭിഷക്തന്മാർ കൈവെക്കണം. കാരണം അഭിഷക്തന്മാരുടെ കൈവെപ്പിനാൽ നിൻ്റെ മേൽ പകർന്ന അഭിഷേകമുണ്ട്. അഭിഷക്തന്മാരുടെ കൈവെപ്പിനാൽ നിൻ്റെ മേൽ പകർന്ന പരിശുദ്ധ, യാതൊരു ലാഭേച്ഛയുമില്ലാതെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും നിങ്ങളുടെ നന്മകളെയും കുടുംബത്തെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് ഏത് സമയത്ത് നിങ്ങളെ റിലീസ് ചെയ്യാൻ പറ്റുന്നു. കർത്താവേ, അങ്ങനെയുള്ളവർ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് കോട്ടം വരുത്താതെ, അങ്ങനെയുള്ളവർ മാത്രമേ എൻ്റെ തലമേൽ കൈവെക്കാതെ നിങ്ങൾ തന്നെ ആദ്യമേ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും കേട്ടോ. പ്രാർത്ഥിക്കാം. ഞാൻ അടുത്തത് ബാക്കി നമുക്ക് അൺഗോൾലി കവനൻ്റ് വഴി വരുന്നതും നേഷൻ വഴി വരുന്നതും നമുക്ക് പിന്നീട് ചിന്തിക്കാം. നമ്മുടെ സമയം ഇച്ചിരി ഓടിപ്പോയി. പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്? സത്യം അറിഞ്ഞ് റൂട്ട് പിഴുതാൻ മെഡിസിന് കഴിയാത്തത് വചനം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ബാങ്കിന് തരാൻ പറ്റാത്ത സ്വർഗം നിനക്ക് വേണ്ടി ചെയ്യും. പൊളിറ്റിക്കൽ പാർട്ടിക്കും അഡ്വക്കേറ്റുമാർക്കും കഴിയാത്തത് കർത്താവ് നിനക്ക് വേണ്ടി റിസ്റ്റോർ ചെയ്തു. ഭൂമിയിലെ ഒരു മനുഷ്യനാലും കഴിയാത്തത് നിങ്ങളോട് ഞാൻ പറഞ്ഞ പാർട്ട്ണർക്ക് കഴിയും. ആരാ നമ്മുടെ പാർട്ട്ണർ? എൽ ബദേൽ ഏജിയുടെ മാസ്റ്റർ പരിശുദ്ധാത്മാവ്. എൽ ബദേൽ ഏജി ചർച്ചിൻ്റെ മാസ്റ്റർ. ഞാൻ അവിടുത്തെ വാഹന മൃഗമാണ്. ഞാൻ അവിടുത്തെ ഇൻസ്ട്രുമെൻ്റ്. ഹോളി സ്പിരിറ്റാണ് ഇവിടുത്തെ സീനിയർ പാസ്റ്റർ. ഹോളി സ്പിരിറ്റാണ് ഇവിടുത്തെ മാസ്റ്റർ. പരിശുദ്ധാത്മാവിന് എന്തൊക്കെ പറയാനുണ്ട് അത് പറയാനുള്ള മൗത്ത് പീസാണ് ഞാൻ. ചർച്ച് എൻ്റെ അല്ല. എൻ്റെ ചർച്ചിനെ യേശു പണിയത്തില്ല. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി. യേശുവിൻ്റെ സഭയെ പണിയത്തുള്ളൂ. റോയ് പാസ്റ്ററുടെ സഭയെ പണിയത്തില്ല. പക്ഷെ എന്നെ ദൈവം ആക്കിയേക്കുക. ഇടയനായിട്ട് ദൈവം എന്നെ കൃപയാൽ തിരഞ്ഞെടുത്തതാണ് അല്ലേ.
മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്, നിങ്ങളെ വഴി നടത്തേണ്ടതിന്, നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടതിന്, നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കേണ്ടതിന്, നിങ്ങളെ കർത്താവിൽ വളർത്തേണ്ടതിന്. കേട്ടോ? സഭയുടെ മാസ്റ്റർ ഹോളി സ്പിരിറ്റാ. പ്രാർത്ഥിച്ചേ. സഭയുടെ തല യേശുവ. സഭയുടെ തലയാരാ? യേശു. നിങ്ങൾ ആരുടെ വകയാ? നമ്മുടെ ശരീരം ആരുടെ മന്ദിരമാണ്? പറഞ്ഞേ. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ വചനത്തിൻ്റെ വിശുദ്ധി കൊണ്ടുപോകും. നിങ്ങളുടെ തിരിച്ചു പോകുമ്പോൾ ആരാധന കഴിഞ്ഞല്ലോ, 2 മണിക്കൂർ പോയി കിട്ടിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് പോകാതെ, എനിക്ക് ഇനിയും യേശുവിനോട് കുറച്ചും കൂടെ അടുക്കണം. എൻ്റെ വീടിന് ഇങ്ങനെ പോയാൽ പോരാ കേട്ടോ. ഇങ്ങനെ തീരുമാനം എടുത്തോളാണ്. എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. എനിക്ക് ഇന്നുള്ളതിനേക്കാട്ടിൽ യേശുവിനോട് അടുക്കണം. വചനം ഇനിയും പഠിക്കണം. എനിക്കിനിയും വിശുദ്ധിയിൽ വളരണം. എൻ്റെ ജീവിതത്തെ അലസപ്പെടുത്തുന്ന, കാർന്നു തിന്നാൻ വരുന്ന എല്ലാ ഇത്തിൾ കണ്ണികളും വേരോടെ ഞാൻ പിടിതു കളയും. പ്രാർത്ഥിച്ചേ ദൈവമക്കൾ, പ്രാർത്ഥിച്ചേ. അല്പസമയം ആ കരങ്ങളെ തട്ടി വായുകളെ തുറന്ന് പ്രാർത്ഥിച്ചേ. ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. കാൽവരി ക്രൂശിലെ പരിശുദ്ധ രക്തം നിങ്ങൾക്ക് വേണ്ടി തന്നത്, എനിക്ക് വേണ്ടി തന്നത്, നമ്മൾ അനുഗ്രഹിക്കപ്പെടാനാണ്. നാം അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് റെഡിയാ. ഇന്ന് പകൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ വചനം പഠിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് വളർച്ചയില്ല. പ്രതിസന്ധികൾ നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ വചനത്തിന്റെ ശക്തിയിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ കയറിവ, പറന്നുയര്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. നിങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ജഡത്തിലല്ല ജയം, ആത്മാവില ജയം. കർത്താവ് അടിയന് തന്ന ഈ ആത്മാക്കളെ, അങ്ങ് തന്ന അഭിഷേകത്തിൽ, അങ്ങ് തന്ന അധികാരത്തിൽ കർത്താവ് ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കും. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ ഈ ദൈവമക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അടിയനിൽ നിന്നുള്ള ഒന്നും ജഡത്തിൽ നിന്നുള്ളത് ഇവരെ മേൽ പോകരുതേ കർത്താവേ. അങ്ങയുടെ അഭിഷേകത്തിലുള്ള എല്ലാ നന്മ ഇവരിലേക്ക് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിനാൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ ആണിപ്പാടുള്ള കരത്താലും പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാലും ഈ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരൊരു അനുഗ്രഹമാകട്ടെ. ശാപക്കെട്ടുകൾ വേരോടെ ഇവരിൽ നിന്ന് പിഴുതു പോകട്ടെ. മന്ത്രവാദ കെട്ടുകൾ വേരോടെ ഇവർ തകർന്നു പോകട്ടെ. അതിൻ്റെ യാതൊരു അറ്റാക്കും അതിൻ്റെ യാതൊരു റിയാക്ഷൻ ഇവരുടെ മേൽ വരാതെ ഇവരുടെ ജീവിതം പ്രൊട്ടക്റ്റഡ് ആകട്ടെ. സഭ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. അനുഗ്രഹിക്കുന്നു. മഹത്വം എൻ്റെ യേശുവിന്. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും കുഞ്ഞുങ്ങളും നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൽ വളര്, കർത്താവിൽ ബലപ്പെട്. ഒരിക്കൽ കൂടെ ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു തീരുമാനത്തോടു കൂടെ വേണം പോകാൻ. എനിക്കിങ്ങനെ പോയാൽ പോരാ. എനിക്കും എൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒരു പടിയും കൂടെ യേശുവിനോട് എടുക്കണം. വിശുദ്ധിയിൽ വളരണം, വിടുതലെടുക്കണം. അതായിരിക്കട്ടെ നിങ്ങളുടെ അനുഗ്രഹം, ആഗ്രഹം. ആശീർവാദത്തോടു കൂടെ പോകാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം തമ്പുരാൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും ദൈവസഭയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും, നിങ്ങളുടെ കുടുംബങ്ങളോടും, കുഞ്ഞുങ്ങളോടും, സഭയോടും, എല്ലാ വ്യക്തികളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേ. ജയം തന്ന കുഞ്ഞാടിന്, ജയം തന്ന കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ വേഗം വരണമേ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ മെസ്സേജ്